ഹരേ കൃഷ്ണ പ്രഭു. കേൾക്കാം. കേൾക്കാമോ പ്രഭു? കേൾക്കാം പ്രഭു. ഓക്കെ ഓക്കെ. കേൾക്കാം. ओके। जय श्री चैतन्य चरितामृतम की जय, जय श्री प्रभुपाद की जय, ഗുരുരാജ് की जय. ഹരി ഓം തത്സത്. കുറച്ച് താമസിച്ചു പോയി, എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. നമുക്ക് തുടങ്ങാം. ആമുഖത്തിന്റെ തുടക്കം മുതലാണ് എനിക്ക് പറഞ്ഞിരിക്കുന്ന സെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോ ഇത് ഞാൻ വായിക്കാം, എന്നിട്ട് നമുക്ക് അതിന്റെ അർത്ഥം ഡിസ്കസ് ചെയ്യാം. ആർക്കെങ്കിലും എന്തെങ്കിലും ഇടയ്ക്ക് എക്സ്ട്രാ എന്തെങ്കിലും പറയാനുണ്ടെങ്കിലും തീർച്ചയായിട്ടും പറയുക. അപ്പൊ ആമുഖം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്. ഇവിടെ അവതരിച്ചിട്ടുള്ള ഭഗവാൻ ചൈതന്യ മഹാപ്രഭുവിന്റെ ഉപദേശങ്ങളും കൃഷ്ണ ഭഗവാൻ ഭഗവത്ഗീതയിൽ നൽകിയിട്ടുള്ള ഉപദേശങ്ങളും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. അതായത് ശ്രീൽ പ്രഭുപാദര് ഈ പ്രിഫേസിൽ ആദ്യം തന്നെ ഈ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു. അതായത് ശ്രീകൃഷ്ണ ഭഗവാൻ ഭഗവത്ഗീതയിൽ അവതരിപ്പിച്ച കാര്യങ്ങൾക്കും ചൈതന്യ മഹാപ്രഭു നൽകിയിട്ടുള്ള ഉപദേശങ്ങൾക്കും യാതൊരു വ്യത്യാസമില്ല എന്ന് പറയുന്നു. അപ്പൊ എന്തുകൊണ്ട് തുടക്കത്തിൽ ഇങ്ങനെ ഒരു കാര്യം പറയുന്നു എന്ന് ചോദിച്ചാല്, ചൈതന്യ മഹാപ്രഭു ഈ സ്വയം ഭഗവാൻ കൃഷ്ണനാണ്. രാധാകൃഷ്ണ അന്യത്ര എന്നാണ് പറയുന്നത്. അപ്പോ ഇത് പലർക്കും അറിയില്ല. അപ്പൊ ആൾക്കാർ വിചാരിക്കുന്നത് മഹാപ്രഭു എന്ന് പറയുന്ന ആൾ അത് ഒരു സെയിന്റ്. ഇപ്പൊ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ സോഷ്യൽ സ്റ്റഡീസിൽ ഇത് പഠിച്ചിട്ടുണ്ട്. ശ്രീ ചൈതന്യ മഹാപ്രഭു ഇസ് എ സെയിന്റ് ഓഫ് ദ ഭക്തി മൂവ്മെന്റ് എന്ന് പഠിച്ചിട്ടുണ്ട്. പിന്നെ ഹീസ് എ സോഷ്യൽ റിഫോമർ എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയാണ് ജനങ്ങൾ മഹാപ്രഭുവിനെ കുറിച്ച് ധരിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെയല്ല, മഹാപ്രഭു സ്വയം കൃഷ്ണനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കൃഷ്ണൻ ഭഗവത്ഗീതയിൽ നൽകിയിട്ടുള്ള ഉപദേശങ്ങൾക്കും മഹാപ്രഭു നൽകുന്ന ഉപദേശങ്ങൾക്കും യാതൊരു വ്യത്യാസവുമില്ല. അപ്പൊ ചൈതന്യ ചരിതാമൃതം നമ്മൾ പഠിക്കാൻ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു കാര്യം നമ്മുടെ മനസ്സിൽ വ്യക്തമായിട്ട് പതിയണം. ചൈതന്യ മഹാപ്രഭു സാക്ഷാൽ കൃഷ്ണൻ തന്നെയാണ് എന്ന് വ്യക്തമായിട്ട് നമ്മുടെ മനസ്സിൽ പതിയാനും കൂടി വേണ്ടിയിട്ടാണ് ശ്രീല പ്രഭുപാദര് ആദ്യം തന്നെ ഇത് പറയുന്നത്. അടുത്തത്, ചൈതന്യ മഹാപ്രഭുവിന്റെ ഉപദേശങ്ങൾ കൃഷ്ണ ഭഗവാന്റെ ഉപദേശങ്ങളുടെ പ്രായോഗികമായ ദൃഷ്ടാന്തങ്ങളാണ്. അപ്പൊ രണ്ടും സെയിം ആണെന്ന് ആദ്യത്തെ സെന്റൻസിൽ പ്രഭുപാദ് പറഞ്ഞു. മഹാപ്രഭുവിന്റെ ഉപദേശവും ശ്രീകൃഷ്ണ ഭഗവാന്റെ ഉപദേശവും സെയിം ആണെന്ന് പറഞ്ഞു. അപ്പൊ സെയിം ആണെങ്കിൽ നമ്മൾ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഗീത വായിച്ചാൽ മതിയല്ലോ, എന്തിന് മഹാപ്രഭുവിന്റെ ഉപദേശങ്ങൾ പഠിക്കണം? അപ്പൊ അതിനുള്ള ഉത്തരമാണ് രണ്ടാമത്തെ സെന്റൻസിൽ ശ്രീല പ്രഭുപാദർ പറയുന്നത്. അതായത് സെയിം ആണെങ്കിലും മഹാപ്രഭുവിന്റെ ഉപദേശങ്ങളാണ് നമുക്ക് കൂടുതൽ യൂസ്ഫുൾ ആവുന്നത്. കാരണം അത് ശ്രീകൃഷ്ണ ഭഗവാൻ നൽകിയ ഉപദേശങ്ങളുടെ പ്രായോഗിക ദൃഷ്ടാന്തങ്ങളാണ്, പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനാണ്. അതായത് നമ്മളിപ്പോ ഈ സെൽ പ്രോഗ്രാമിൽ, അതായത് നാമഘട്ട പ്രോഗ്രാം, അതിനൊക്കെ ചില നോട്ട്സ് ഉണ്ട്. ഇപ്പൊ കൃഷ്ണ സേവക്ക്, കൃഷ്ണ സാധക്ക്, പ്രഭുപാദാർഷ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അവർക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ചില നോട്ട്സ് ഉണ്ട്. അതില് ഒരു പർട്ടിക്കുലർ സെക്ഷൻ തന്നിരിക്കും. പ്രഭുപാദിന്റെ ബുക്സിൽ നിന്ന് എന്തെങ്കിലും ഒരു എക്സ്ട്രാക്ട് ഉണ്ടാവും. ആ എക്സ്ട്രാക്ട് കഴിഞ്ഞതിന് ശേഷം പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ടാവും. അപ്പൊ നമ്മൾ വെറുതെ തിയറിറ്റിക്കലായിട്ട് എന്തെങ്കിലും പഠിച്ചാൽ പോരാ. കുറെ എന്തെങ്കിലും പഠിച്ചു, കാണാതെ പഠിച്ചു, അത് എഴുതി, പരീക്ഷ പാസ്സായി, സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു, അതൊക്കെ വേണം. പക്ഷെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മൾ പഠിച്ച തത്വങ്ങൾ എങ്ങനെയാണ് പ്രായോഗികമായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, അതിനെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ അതൊരു ജ്ഞാനം എന്നുള്ള തലത്തിൽ തന്നെ ഇരിക്കും. ഇന്റലക്ച്വൽ ലെവലിൽ നമ്മൾ വലിയ പണ്ഡിതന്മാരായിരിക്കും, പക്ഷെ പ്രായോഗികമായിട്ട് നമുക്ക് ഒരു പ്രയോജനം ഉണ്ടാവില്ല, നമ്മുടെ ജീവിതത്തിൽ ട്രാൻസ്ഫോർമേഷനും ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് ചൈതന്യ മഹാപ്രഭുവിന്റെ ഉപദേശങ്ങൾ പഠിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിന്റെ ട്രാൻസ്ഫോർമേഷന് വളരെ പ്രധാനമാണ്. അപ്പോ മഹാപ്രഭു വന്നിട്ട് ഒരു ഭക്തൻ എങ്ങനെയായിരിക്കണം എന്ന് പഠിപ്പിക്കുന്നുണ്ട്. അതായത് ഈ എല്ലാ ഉപദേശങ്ങളുടെയും സാരസർവസ്വം എന്ന് പറയുന്നത് ഗീതോപദേശം തന്നെയാണ്. അതിൽ യാതൊരു സംശയമില്ല.
അതുകൊണ്ടാണ് സർവോപനിഷദോ ഗാവോ ദോഗ്ധ ഗോപാലനന്ദന പാർത്ഥോ വത്സ സുധീർ ഭോക്ത ദുഗ്ധം ഗീതാമൃതം മഹദ് എന്ന് പറഞ്ഞിട്ട് ഗീതയെക്കുറിച്ചുള്ള ആ ഒരു മഹാത്മ്യത്തിൽ അങ്ങനെയാ പറയുന്നത്. അത് എല്ലാ ഉപദേശങ്ങളുടെയും സാരസർവസ്വമാണ് ഭഗവത്ഗീത. പക്ഷേ ഈ ഭഗവത്ഗീതയെ നമ്മൾ എങ്ങനെ പ്രാക്ടിക്കലി കൊണ്ടുവരും? ഇപ്പൊ ഉദാഹരണത്തിന് ശ്രീരാമനായിട്ട് ഭഗവാൻ അവതരിച്ച എന്തിനാണെന്ന് ചോദിച്ചാല്, മര്യാദാ പുരുഷോത്തമനായിട്ട് ശ്രീകൃഷ്ണ ഭഗവാന്റെ ആ ഉപദേശങ്ങൾ അല്ലെങ്കിൽ ഉപനിഷത്തുകളിലെ ആ ഒരു ധർമ്മമൂല്യങ്ങൾ അത് ഒരു മനുഷ്യൻ എങ്ങനെ പ്രായോഗികമായിട്ട് സ്വന്തം ജീവിതത്തിൽ കൊണ്ടുവരാം, അത് ശ്രീരാമചന്ദ്രമൂർത്തിയാണ് വന്ന് കാണിച്ചു തന്നത്. പക്ഷെ നമുക്കിപ്പോ ആവശ്യം എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ധർമ്മങ്ങൾ പാലിക്കുക, അതും പ്രധാനമാണ്. അതിൻ്റെക്കാളും ഉപരിയായിട്ട് അല്ലെങ്കിൽ അതിന്റെ അടുത്തപടിയായിട്ട് ഒരു ഭക്തൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, ഒരു ഉത്തമ മനുഷ്യൻ, ഒരു ഉത്തമ പുരുഷൻ എങ്ങനെ ജീവിക്കണം എന്ന് ശ്രീരാമസ്വാമി കാണിച്ചു തന്നുവെങ്കിൽ ഒരു ഉത്തമ ഭക്തൻ എങ്ങനെ ജീവിക്കണം എന്നാണ് ശ്രീ ചൈതന്യ മഹാപ്രഭു നമുക്ക് അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ അദ്ദേഹത്തിന്റെ ഉപദേശങ്ങളിലൂടെ കാണിച്ചു തരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഈ മഹാപ്രഭുവിന്റെ ഉപദേശങ്ങൾ എന്ന് പറയുന്നത് പ്രായോഗിക ദൃഷ്ടാന്തങ്ങളാണ് എന്ന് ശ്രീല പ്രഭുപാദരുടെ എടുത്തു പറയുന്നത്. അടുത്തത്, ഭഗവത്ഗീതയിൽ കൃഷ്ണ ഭഗവാന്റെ അന്തിമ ഉപദേശം എല്ലാവരും അവിടുത്തെ തിരുമുൻപിൽ ആത്മസമർപ്പണം ചെയ്യണമെന്നാണ്. അപ്പൊ ഇതാണ് എസൻസ് ഓഫ് ഭഗവത്ഗീത. അപ്പൊ ഭഗവത്ഗീത ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകം ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് കണ്ണടച്ച് പറയാം. സർവോപനിഷദോ ഗാവോ ദോഗ്ധ ഗോപാലനന്ദന പാർത്ഥോ വത്സ സുധീർ ഭോക്ത ദുഗ്ധം ഗീതാമൃതം മഹത്ത് എന്ന് പറഞ്ഞപ്പോ ആ സർവോപനിഷദോ ഗാവോയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എസൻസ് ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റണം, സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുചഃ. അപ്പൊ ഇതാണ് ഇതിന്റെ ഫൈനൽ ഇൻസ്ട്രക്ഷൻ. എല്ലാം ഭഗവാനിൽ സമർപ്പിക്കണം, ഭഗവാനെ ശരണം പ്രാപിക്കണം. ഡോണ്ട് ബി ഇൻഡിപെൻഡന്റ്. അല്ലെങ്കിൽ അതിനെ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ നമുക്ക് സ്വതന്ത്രമായിട്ട് അങ്ങ് ജീവിച്ചു കളയാം എന്ന് വിചാരിക്കേണ്ട. നമ്മൾ ആരെയെങ്കിലും ആശ്രയിച്ചേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. ഇത് പലർക്കും പറഞ്ഞാൽ ഇഷ്ടപ്പെടത്തില്ല. ഇപ്പോൾ ഉള്ള ഒരു കാലഘട്ടത്തിൽ എല്ലാവരുടെയും ചിന്താഗതി എന്താണെന്ന് ചോദിച്ചാൽ, എനിക്ക് ഇൻഡിപെൻഡന്റ് ആവണം, എനിക്ക് സ്വതന്ത്രനാവണം, എനിക്ക് ആരുടെയും ആശ്രയം വേണ്ട, എനിക്ക് എൻ്റെ സ്വന്തം കാലിൽ നിൽക്കണം എന്നൊക്കെ പറയും. പക്ഷെ നമ്മൾ ഈ സ്വന്തം കാലം എന്ന് പറയുന്നത് പോലും നമ്മുടെ സ്വന്തം കാലല്ല. ഈ ശരീരവും കാലും കയ്യും ഒക്കെ തന്നതും ഭഗവാനാണ്. അപ്പൊ നമ്മൾ സ്വന്തം കാലിൽ നിൽക്കുക എന്ന് പറയുമ്പോഴും നമ്മൾ ഭഗവാനെ ആശ്രയിച്ച് നിൽക്കുന്നു എന്ന് തന്നെയാണ് അർത്ഥം. അപ്പൊ ഏതായാലും ആരെയും ആശ്രയിക്കാതെ ആർക്കും ജീവിക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് രണ്ട് ആശ്രയങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. ഒന്നുകിൽ നമുക്ക് ഭഗവാനെ ആശ്രയിക്കാം, അല്ലെങ്കിൽ നമുക്ക് മായയെ ആശ്രയിക്കാം. ഏതിനെങ്കിലും ഇതിൽ ഒന്നിനെ ആശ്രയിച്ചേ മതിയാവും. ഭഗവാനെ ആശ്രയിച്ചില്ലെങ്കിൽ മായയെ ആശ്രയിച്ചേ മതിയാവും. മായയെ ആശ്രയിച്ചില്ലെങ്കിൽ ഭഗവാനെ ആശ്രയിച്ചേ മതിയാവും. നമുക്ക് രണ്ട് ഓപ്ഷൻസേ ഉള്ളൂ. അതായത് അതിന് ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നമ്മുടെ ശാസ്ത്രങ്ങളിലൊക്കെ പറയുന്നുണ്ട്, ഇപ്പൊ ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി ജനിക്കുമ്പോ ചെറുപ്പകാലത്തില് കുട്ടിക്കാലത്തില് അച്ഛനെ ആശ്രയിച്ചാണ് ജീവിക്കേണ്ടത്. ഇനി വിവാഹം കഴിഞ്ഞാൽ ഭർത്താവിനെ ആശ്രയിച്ച് ജീവിക്കണം. ഇനി കുട്ടികളൊക്കെ ഉണ്ടായി ഭർത്താവ് വാനപ്രസ്ഥവം അല്ലെങ്കിൽ സന്യാസം എടുത്ത് പോയി കഴിഞ്ഞാല് പുത്രന്മാരെ ആശ്രയിച്ച് ജീവിക്കണം. അപ്പൊ ഏത് അവസ്ഥയിലും ഒരു സ്ത്രീ ഒരു ഉത്തരവാദിത്തമുള്ള ഒരു പുരുഷനെ ആശ്രയിച്ച് ജീവിക്കണം എന്നാണ് ശാസ്ത്രം പറയുന്നത്. ഒരു ഇൻഡിപെൻഡന്റ് എക്സിസ്റ്റൻസ് ഇല്ല. അപ്പൊ ഇത് പറയുമ്പോൾ ചിലപ്പോൾ മാതാജിമാർക്ക് ഇഷ്ടപ്പെടത്തില്ല. അതെന്താ ഞങ്ങളെ മാത്രം ആശ്രയിച്ചാൽ മതിയോ? എന്താ പുരുഷന്മാരൊക്കെ ഇൻഡിപെൻഡന്റ് ആണോ, പ്രഭുക്കന്മാരുടെ ഇൻഡിപെൻഡന്റ് ആണോ എന്ന് വെച്ചാല് വാസ്തവം പറഞ്ഞാല് എല്ലാവരും സ്ത്രീകളാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം. പുരുഷൻ എന്ന് പറയുന്ന ഒരേ ഒരാളെ ഉള്ളൂ, അത് ഭഗവാൻ മാത്രമാണ്. ബാക്കി എല്ലാവരും സ്ത്രീകളാണ്. അതായത് സ്ത്രീ എന്ന് പറഞ്ഞാൽ ആസ്വദിക്കപ്പെടേണ്ട ആളാണ് സ്ത്രീ, ആസ്വദിക്കുന്നവനാണ് പുരുഷൻ. അപ്പൊ നമ്മളെല്ലാവരും ഭഗവാനാൽ ആശ്രയിക്കപ്പെടേണ്ട വ്യക്തികളാണ്. ആ നിലയ്ക്ക് എല്ലാവരും സ്ത്രീകൾ തന്നെയാണ്. അപ്പോ നമ്മൾ സ്ത്രീകളാണെങ്കിൽ നമുക്ക് ഒരു ഇൻഡിപെൻഡൻസ് ഇല്ല. അതുകൊണ്ടാണ് ആൾവാർമാരൊക്കെ അവരുടെ പാസുരങ്ങൾ 4000 ദിവ്യപ്രന്തമൊക്കെ എഴുതുമ്പോൾ അതിൽ പല ആൾവാർമാരും സ്വയം ഒരു ഗോപികയായിട്ട് ഒക്കെ സങ്കല്പിച്ചിട്ടാണ് എഴുതുന്നത്. അപ്പൊ അതിന് കാരണം ഞാൻ ഭഗവാനാൽ ആസ്വദിക്കപ്പെടേണ്ട ആള് എന്ന ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടാണ്. അതാണല്ലോ ഭോക്താരം യജ്ഞതപസാം സർവലോക മഹേശ്വരം സുഹൃതം സർവഭൂതാനാം ജ്ഞാത്വാമാം ശാന്തി മൃച്ഛതി. ഭോക്താരം എല്ലാറ്റിൻ്റെയും ആസ്വാദകൻ, സർവ ആസ്വാദകനാണ് ശ്രീകൃഷ്ണ ഭഗവാൻ. അപ്പൊ നമുക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു എക്സിസ്റ്റൻസ് ഇല്ല. അത് വളരെ പ്രധാനമാണ്. ഒന്നുകിൽ നമ്മൾ ഭഗവാനെ ആശ്രയിക്കണം,
അല്ലെങ്കിൽ മായയെ ആശ്രയിക്കണം. അപ്പോൾ ഭഗവത്ഗീതയുടെ ഒരു കാതലായ ഉപദേശം എന്താണെന്ന് ചോദിച്ചാൽ, എല്ലാവരും ഭഗവാന്റെ തിരുമുൻപിൽ ആത്മസമർപ്പണം ചെയ്യണം. അടുത്തത്, അങ്ങനെ ശരണം പ്രാപിച്ച ഒരു ആത്മാവിന്റെ എല്ലാ ഉത്തരവാദിത്വവും തൽക്ഷണം താൻ ഏറ്റെടുക്കുമെന്ന് കൃഷ്ണൻ വാഗ്ദാനം നൽകുന്നു. അപ്പൊ ആരാണോ ഭഗവാനെ ശരണം പ്രാപിക്കുന്നത് ആ വ്യക്തിക്ക് എന്താണ് ബെനിഫിറ്റ്? ഭഗവാനെ ശരണം പ്രാപിക്കുന്നത് കൊണ്ട് നമുക്ക് എന്ത് പ്രയോജനം എന്ന് ചോദിച്ചാൽ, ഭഗവാൻ പറയുന്നു തൽക്ഷണം, ഉടനെ തന്നെ ഭഗവാൻ ആ വ്യക്തിയുടെ പരിപൂർണ ഉത്തരവാദിത്വം ഏറ്റെടുക്കും. അപ്പം നമ്മുടെ ഉത്തരവാദിത്വം, ഭക്തന്മാരുടെ ഉത്തരവാദിത്വം മാത്രമാണോ ഭഗവാനുള്ളത്? ഈ സകല പ്രപഞ്ചത്തിന്റെയും ഉത്തരവാദിത്വം ഭഗവാനാണല്ലോ. എല്ലാം ഭഗവാന്റെ നിയന്ത്രണത്തിലല്ലേ കഴിയുന്നത്. അപ്പോ ഭഗവാൻ ഉടനെ നമ്മുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമെന്ന് പറയുന്നതിൽ എന്താ അർത്ഥം എന്ന് ചോദിച്ചാൽ, അതിന്റെ ഉത്തരം പ്രഭുപാദർ അടുത്ത ലൈനിൽ പറയുന്നു. പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ അവിടുത്തെ സമഗ്ര വിസ്തരണമായ ക്ഷീരോദകശായ വിഷ്ണു മുഖേന ഈ സൃഷ്ടിയുടെ സംരക്ഷണത്തിന്റെ ചുമതലയിലാണ്. പക്ഷേ ഈ പരിപാലനം നേരിട്ടുള്ളതല്ല. അപ്പൊ എല്ലാം ഭഗവാന്റെ നിയന്ത്രണത്തിൽ തന്നെയാണ്. എല്ലാവരുടെ ഉത്തരവാദിത്വവും ഭഗവാന് തന്നെയാണ്. കാരണം സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും ഒക്കെ ഭഗവാന്റെ കൺട്രോളിലാണ് നടക്കുന്നത്. പക്ഷേ ആ ഉത്തരവാദിത്വത്തിനും അല്ലെങ്കിൽ ആ ഏറ്റെടുക്കലിനും ഒരു ശരണാഗതി പ്രാപിച്ച ഒരു ഭക്തനെ ഭഗവാൻ ഏറ്റെടുക്കുന്നു എന്ന് പറയുന്നതിലും വലിയ വ്യത്യാസമുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, പൊതുവെ ഭഗവാൻ എല്ലാറ്റിന്റെയും ഉത്തരവാദിയാണ്. പക്ഷെ അതെങ്ങനെയാണ്? ക്ഷീരോദകശായി വിഷ്ണുവായിട്ട് അദ്ദേഹത്തിന്റെ ശക്തികളിലൂടെ ഭഗവാൻ എല്ലാവരുടെയും ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു. പക്ഷേ ഒരു ഭക്തനായി കഴിഞ്ഞാൽ, ഭഗവാനെ പരിപൂർണമായിട്ട് ശരണം പ്രാപിച്ചു കഴിഞ്ഞാൽ, ഭഗവാൻ നേരിട്ട് ആ ഭക്തന്റെ കാര്യങ്ങൾ ഏറ്റെടുക്കുന്നതാണ് പ്രഭുപാദർ പറയുന്നത്. പിന്നെ ഇടനിലക്കാരൊന്നുമില്ല. ചിലപ്പോഴൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അർജന്റ് ആയിട്ടുള്ള ഒരു ഫയലൊക്കെ വരുമ്പോൾ നമ്മൾ ഓഫീസേഴ്സിന്റെ അടുത്തൊന്നും പോകത്തില്ല. അത് നേരെ പ്രൈം മിനിസ്റ്ററിന്റെ അടുത്ത് പോകുമെന്ന് പറയുന്നത് പോലെ, പിന്നെ ആ ഫയൽ ഡയറക്ട്ലി പ്രൈം മിനിസ്റ്റർ ആണ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പൊ അതുപോലെ നമ്മള് ഭക്തന്മാരല്ലെന്നുണ്ടെങ്കിൽ അത് ഭഗവാൻ നിയമിച്ചിട്ടുള്ള മറ്റ് ഓഫീസേഴ്സ്, ദേവന്മാർ, അവരുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കും. പക്ഷെ നമ്മൾ ഭക്തന്മാരായി കഴിഞ്ഞാൽ നമ്മുടെ ഫയൽ ഡയറക്ട്ലി ഭഗവാന്റെ ടേബിളിലേക്കാണ് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് എന്താ പ്രയോജനം എന്ന് ചോദിച്ചാല്, ഇപ്പൊ നമുക്ക് രണ്ട് വഴികളാണുള്ളത്. ഒന്നുകിൽ നമുക്ക് കർമ്മത്തെ അല്ലെങ്കിൽ കർമ്മഫലത്തെ ആശ്രയിച്ച് ജീവിക്കാം, അല്ലെങ്കിൽ ഭഗവാന്റെ കാരുണ്യത്തെ ആശ്രയിച്ച് ജീവിക്കാം. അപ്പൊ നമ്മൾ ഭക്തന്മാരല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഉത്തരവാദി നമ്മുടെ മുജ്ജന്മ കർമ്മഫലങ്ങളായിരിക്കും, അല്ലെങ്കിൽ അതിനെ പ്രാരാബ്ധം എന്ന് പറയും. നമ്മുടെ പ്രാരാബ്ധം അനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ ഓരോന്നും നടക്കും. ശുഭവും അശുഭവും, ലാഭവും നഷ്ടവും, ജയവും പരാജയവും എല്ലാം നമ്മുടെ പ്രാരാബ്ധം അനുസരിച്ച് നടന്നുകൊണ്ടിരിക്കും. പക്ഷെ നമ്മൾ ഭഗവാനെ നേരിട്ട് ആശ്രയിച്ചു കഴിയുമ്പോൾ പിന്നെ നമ്മുടെ പ്രാരബ്ധം അവിടെ വർക്ക് ചെയ്യത്തില്ല, അതോടെ നിൽക്കും. എസ്പെഷ്യലി നമ്മൾ ദീക്ഷയൊക്കെ എടുത്തു കഴിയുമ്പോൾ നമ്മൾ പിന്നെ പ്രാരബ്ധം എന്നുള്ളൊരു ഡിപ്പാർട്ട്മെന്റ്, അല്ലെങ്കിൽ അത് യമധർമ്മന്റെ ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ നമ്മൾ യമധർമ്മന്റെ അല്ലെങ്കിൽ ചിത്രഗുപ്തന്റെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നമ്മുടെ ഫയല് നേരെ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഡിപ്പാർട്ട്മെന്റിലേക്ക്, ടേബിളിന് മുന്നിലേക്ക് പോകും. അപ്പൊ ശ്രീകൃഷ്ണ ഭഗവാൻ ഒരാളെ പരിപാലിക്കുന്നത് അയാളുടെ പ്രാരബ്ധം നോക്കിയിട്ട്, അയാൾ മുജ്ജന്മത്തില് എന്തൊക്കെ പാപം ചെയ്തു, എന്തൊക്കെ പുണ്യം ചെയ്തു എന്ന് നോക്കിയിട്ടല്ല ഭഗവാൻ ആ ഫയലിനെ ഡീൽ ചെയ്യുന്നത്. ഭഗവാന്റെ കാരുണ്യത്തിന്റെ ബേസിസിലാണ് ഡീൽ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഭഗവാൻ പിന്നെ അവിടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നും നോക്കേണ്ട കാര്യമില്ല. ഇയാൾ ഇന്ന പാപം ചെയ്തു അതുകൊണ്ട് ഇന്ന ശിക്ഷ അനുഭവിക്കണം, ഇയാൾ ഇന്ന പുണ്യം ചെയ്തു അതുകൊണ്ട് ഇന്ന പാരിതോഷികം ഇയാൾക്ക് കൊടുക്കണം. ആ റൂൾസ് ഒന്നും ഭഗവാന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ കാരുണ്യത്തിന്റെ കീഴിൽ വരുമ്പോൾ ബാധകമല്ല. അപ്പൊ ഭഗവാൻ എന്താ ചെയ്യുന്നത്? നമ്മുടെ എത്രയോ ജന്മത്തെ, കോടി ജന്മത്തെ പ്രാരാബ്ദങ്ങളൊക്കെ ഭസ്മമാക്കിയിട്ട് നമ്മളെ നേരിട്ട് ഭഗവാൻ അദ്ദേഹത്തിന്റെ കാരുണ്യത്തിലൂടെ അദ്ദേഹത്തിന്റെ ലോകത്തിലേക്ക്, ഗോലോകത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഭഗവാനെ ആശ്രയിക്കണം എന്ന് പറയുന്നത്. ഒരു ഭക്തന്റെ നിയന്ത്രണം ഡയറക്റ്റ് ആയിട്ട് ശ്രീകൃഷ്ണ ഭഗവാന്റെ കയ്യിലാണ്. ഒരു പരിശുദ്ധ ഭക്തൻ എന്നേക്കുമായി ഭഗവാൻ ആത്മസമർപ്പണം ചെയ്ത ഒരു ആത്മാവാണ്. ഒരു കുട്ടി അവന്റെ രക്ഷിതാക്കൾക്കോ അല്ലെങ്കിൽ ഒരു മൃഗം അതിന്റെ യജമാനനോ കീഴടങ്ങുന്നത് പോലെ ഒരു ഭക്തൻ പരിപൂർണമായിട്ട് ഭഗവാനെ ആശ്രയിച്ചു കഴിയുമ്പോൾ ആ വ്യക്തിയുടെ ഒരു സ്റ്റാറ്റസ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി ശ്രീല പ്രഭുപാദർ രണ്ട് ഉദാഹരണങ്ങളാണ് ഇവിടെ പറയുന്നത്. ഒന്ന്, ഒരു കൊച്ചുകുട്ടി തൻ്റെ രക്ഷകർത്താക്കളെ എങ്ങനെയാണോ ആശ്രയിക്കുന്നത്, അല്ലെങ്കിൽ ഒരു മൃഗം, ഒരു വളർത്തു മൃഗം തൻ്റെ യജമാനനെ എങ്ങനെയാണോ ആശ്രയിക്കുന്നത്,
അതുപോലെയാണ് ഒരു ഭക്തൻ ഭഗവാനെ ആശ്രയിക്കുന്നത് എന്ന് പറയുന്നത്. അപ്പൊ എന്തുകൊണ്ട് ശ്രീല പ്രഭുപാദർ ഈ രണ്ട് ഉദാഹരണങ്ങൾ കൊടുത്തു? ഒന്നാമത്തെ ഉദാഹരണം, ഒരു കൊച്ചുകുട്ടി തന്റെ മാതാപിതാക്കളെ എങ്ങനെ ആശ്രയിക്കുന്നു അതൊന്നും. രണ്ടാമത്, ഒരു വളർത്തുമൃഗം തന്റെ യജമാനനെ എങ്ങനെ ആശ്രയിക്കുന്നു. അപ്പൊ ഈ ഉദാഹരണങ്ങൾക്ക് വലിയ പ്രസക്തിയുണ്ട്. അതായത് ഇപ്പൊ ഒരാള് ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നു. അപ്പൊ ആ കമ്പനിയുടെ ഓണർ, സിഇഒ, MD ആ വ്യക്തിയെ ആശ്രയിച്ചാണ് ഈ ഈ ജോലിക്ക് ചേർന്ന ആള് ജീവിക്കുന്നത്. പക്ഷേ ആ MD ആശ്രയം എന്ന് പറയുന്നത് ജോലിയുടെ ആവശ്യത്തിന് വേണ്ടി മാത്രമാണ്. ആ ജോലി എന്നുള്ളൊരു കാറ്റഗറിക്ക് പുറത്ത് MD ഈ വ്യക്തിയെ ആശ്രയിക്കേണ്ട. ജോലിക്കാര്യത്തിൽ മാത്രം ആശ്രയിച്ചാൽ മതി. എന്ത് ജോലി ചെയ്യണം, എപ്പോ ചെയ്യണം, എങ്ങനെ ചെയ്യണം, അതൊക്കെ ആ MD ആശ്രയിച്ച് ചെയ്യണം. അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥി ഒരു അധ്യാപകനെ ആശ്രയിക്കുന്നു. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ മാത്രമാണ് ആശ്രയം. വിദ്യാഭ്യാസം പൂർത്തിയായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ സ്കൂളിൽ നിന്ന് വേറൊരു സ്കൂളിലേക്ക് മാറിക്കഴിഞ്ഞാൽ പിന്നെ അധ്യാപകനുമായിട്ട് ഒരു ആശ്രയം ഇല്ല. പക്ഷേ നമുക്ക് ഭഗവാനുമായിട്ടുള്ള ആശ്രയം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എല്ലാ കാര്യത്തിലും നമ്മൾ ഭഗവാനെയാണ് ആശ്രയിക്കുന്നത്. ഒരു കൊച്ചുകുട്ടി, ആ കൊച്ചുകുട്ടി ആഹാരത്തിന് ഭഗവാനെ, രക്ഷകർത്താക്കളെയാണ് ആശ്രയിക്കുന്നത്. പാലിന് അമ്മ വേണം. വെള്ളം വേണമെന്നുണ്ടെങ്കിൽ അച്ഛനോ അമ്മയോ വേണം. വസ്ത്രം വേണമെന്നുണ്ടെങ്കിൽ അച്ഛനും അമ്മയും വേണം. ഒന്ന് കുളിക്കണം എന്നുണ്ടെങ്കിൽ അച്ഛനും അമ്മയെ ആശ്രയിക്കണം. ഒന്ന് ഉറങ്ങണം എന്നുണ്ടെങ്കിൽ അച്ഛനും അമ്മയെ ആശ്രയിക്കണം. എല്ലാത്തിനും A to Z ഒരു കുട്ടി ആശ്രയിക്കുന്നത് തന്റെ രക്ഷകർത്താക്കളെയാണ്. അതുപോലെയാണ് പരിപൂർണ ശരണാഗതി എടുത്ത ഒരു ഭക്തന്റെ കാര്യവും. ചില കാര്യങ്ങൾക്ക് മാത്രം ഞാൻ ഭഗവാനെ ആശ്രയിക്കും, ചില കാര്യങ്ങൾ ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടം പോലെ ചെയ്യും. അത് പരിപൂർണ ശരണാഗതി അല്ല. അല്ലെങ്കിൽ ഇന്ന കാര്യത്തിന് ഞാൻ കൃഷ്ണനെ ആശ്രയിക്കും. അതായത് കാശിന്റെ കാര്യം വരുമ്പോൾ ഞാൻ കൃഷ്ണനെ ആരാധിക്കും, ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ഞാൻ വേറൊരു ദേവനെ ആരാധിക്കും. അങ്ങനെയല്ല, എല്ലാറ്റിനും സകലതിനും. അതാണ് A to Z എന്ന് പറയുന്നത്. ഒരു ഭക്തൻ, പരിപൂർണ ശരണാഗതി നേടിയ ഒരു ഭക്തൻ ഭഗവാനെ മാത്രമേ ആശ്രയിക്കുള്ളൂ. ഇപ്പൊ മൃഗത്തിന്റെ എക്സാമ്പിൾ എന്താ പറഞ്ഞത്? വളർത്തുമൃഗം അതുപോലെയാണ്. അതിന് ആഹാരം വേണമെങ്കിൽ, അതിന് പാർപ്പിടം വേണമെങ്കിൽ, അതിനെവിടെയെങ്കിലും പോകണമെങ്കിൽ എല്ലാം ആ യജമാനനെ ആശ്രയിക്കണം. പരിപൂർണ ശരണാഗതി അത് മനസ്സിലാക്കി തരുവാനാണ് ഈ രണ്ട് ഉദാഹരണങ്ങൾ പറയുന്നത്. ഇനി ഈ ശരണാഗതിക്ക് 6 ഭാഗങ്ങൾ അല്ലെങ്കിൽ 6 വ്യത്യസ്ത തലങ്ങളുണ്ട്. ഈ 6 തലങ്ങൾ ചേരുമ്പോഴാണ് പരിപൂർണ ശരണാഗതി വരുന്നത്. അതെന്തൊക്കെയാണെന്നാണ് ഇവിടെ ശ്രീല പ്രഭുപാദർ പറയുന്നത്. ഒന്നാമത്തത്, ഭക്തിയുത സേവനത്തിന് ഹിതകരമായ കാര്യങ്ങൾ സ്വീകരിക്കണം. അപ്പൊ അതിന് ആനുകൂല്യസ്യ സങ്കല്പ എന്ന് പറയും. അത് നമ്മൾ എന്ത് ചെയ്താലും അത് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഭഗവാന് ഇത് അനുകൂലമാണ്. ഈ ഒരു കാര്യം ചെയ്യുന്നത് കൊണ്ട് ഭഗവാൻ പ്രീതിപ്പെടുമോ, ഇത് ഭഗവാന് സന്തോഷം കൊടുക്കുമോ, ഇതാണ് ഒരേ ഒരു പാരാമീറ്റർ. അതിന് യെസ് എന്ന ആൻസർ കിട്ടാതെ അത് ചെയ്യും. അതിന് നോ എന്നാണ് ആൻസർ കിട്ടുന്നുണ്ടെങ്കിൽ അത് എത്ര വലിയ കാര്യമാണെങ്കിലും ചെയ്യും. അപ്പൊ അതിനെയാണ് ആനുകൂല്യസ്യ സങ്കല്പം. നമ്മുടെ സങ്കല്പം എന്നാ പറയുന്നത്, അതായത് നമ്മുടെ മാനസിക തലത്തിൽ പോലും, മനസ്സിന്റെ തലത്തിൽ പോലും, അത് ശരീരം ഉപയോഗിച്ച് മാത്രമല്ല, മനസ്സിൽ പോലും നമ്മൾ ഭഗവാന് ഹിതകരമായിട്ടുള്ള അല്ലെങ്കിൽ ഭഗവാന് ഇഷ്ടമായിട്ടുള്ളത് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ, ചെയ്യുള്ളൂ. ഇതിനെ വേണമെങ്കിൽ നമുക്ക് നിയമം എന്ന് പറയാം. അതായത് നിയമം എന്നൊന്നുണ്ട്. നിയമം എന്ന് പറഞ്ഞാൽ ഡൂസ്, യമം എന്ന് പറഞ്ഞാൽ ഡോൺസ്. അപ്പൊ സ്പിരിച്വൽ ലൈഫിൽ എപ്പോഴും ഈ 2 കാര്യങ്ങളുണ്ട്. എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്? ഭഗവാന് പ്രീതികരമായിട്ടുള്ളതൊക്കെ നമ്മൾ ചെയ്യും. ആനുകൂല്യസ്യ സങ്കല്പം. അടുത്തത് 2, പ്രഭുപാദ് എന്താ പറയുന്നത്? അതിന് ഹിതകരമല്ലാത്ത കാര്യങ്ങൾ നിരസിക്കണം. പ്രാതികൂല്യസ്യ വർജനം. വർജനം എന്ന് പറഞ്ഞാൽ നിരസിക്കുക, ത്യജിക്കുക. എന്തിനാ ത്യജിക്കുക? പ്രാതികൂല്യസ്യ, ഭഗവാന് ഹിതകരമല്ലാത്തത്, ഭഗവാന് ഇഷ്ടമല്ലാത്തത്, പ്രീതികരമല്ലാത്തതിനെ വർജിക്കണം. അപ്പൊ ഇതിനെയാണ് യമം എന്ന് പറയുന്നത്, അതായത് ഡോൺസ്. ആദ്യം പറഞ്ഞത് ഡൂസ്, അത് നിയമം. രണ്ടാമത് പറഞ്ഞത് ഡോണ്ട്, യമം. ഉദാഹരണം പറയുകയാണെങ്കിൽ 4 റെഗുലേറ്റീവ് പ്രിൻസിപ്പിൾസ്. മാംസാഹാരം ഭഗവാന് ഇഷ്ടമല്ല, എനിക്കിഷ്ടമാണ്, പക്ഷെ ഭഗവാൻ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ വർജിക്കുന്നു. ചായ കോഫി എനിക്കിഷ്ടമാണ്, പക്ഷെ ഭഗവാൻ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ വർജിക്കുന്നു. നാമം ജപിക്കാൻ എനിക്കിഷ്ടമല്ല, പക്ഷെ ഭഗവാൻ ഇഷ്ടമുള്ളത് കൊണ്ട് ഞാൻ നാമം ജപിക്കുന്നു. ഏകാദശിക്ക് ഉപവസിക്കാൻ എനിക്കിഷ്ടമല്ല, പക്ഷെ ഭഗവാൻ ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഉപവസിക്കുന്നു.
അപ്പൊ ഇങ്ങനെ ചെയ്യുന്ന ഒരാൾ തൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ മാറ്റിവെച്ച് ഭഗവാന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ മാത്രം കണക്കിലെടുത്ത് ജീവിക്കുന്ന ഒരാളാണ് യഥാർത്ഥ ശരണാഗതി നേടിയ ആൾ. ഇപ്പൊ തുടക്കത്തില് ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പൊ നമ്മള് പലരും കൃഷ്ണാവബോധത്തിൽ വരുന്നതിന് മുമ്പ് ചായ കോഫിയൊക്കെ കുടിച്ചിരുന്ന ആൾക്കാരാണ്. ഇപ്പൊ നമ്മളത് എന്തിനാ ഉപേക്ഷിച്ചത്? നമുക്ക് അതിനോട് വെറുപ്പ് വന്നു, അങ്ങനെയല്ല ഉപേക്ഷിച്ചത്. പ്രാതികൂല്യസ്യ വർജനം, ഭഗവാൻ ഇഷ്ടമല്ല എന്ന് നമ്മുടെ ഗുരുക്കന്മാര് നമുക്ക് പറഞ്ഞു തന്നു, അതുകൊണ്ട് നമ്മളത് ഉപേക്ഷിച്ചു. നമുക്കതിനോടുള്ള ടേസ്റ്റ് പോയതുകൊണ്ടൊന്നും അല്ല. അപ്പൊ ഇത് അവസാനം വരെ ഇങ്ങനെ തന്നെ അതിനോടുള്ള ഒരു ടേസ്റ്റ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുമോ? നമുക്ക് എപ്പോഴും അതൊക്കെ ചായ കുടിക്കണം, കോഫി കുടിക്കണം എന്ന് തോന്നുന്നു ചോദിച്ചാൽ ഇല്ല. അതാണ് ആത്മീയ ജീവിതത്തിന്റെ ആ യമനിയമങ്ങളുടെ പ്രത്യേകത. നമ്മൾ കുറച്ചു നാളെ ശീലിച്ചു കഴിയുമ്പോൾ നമ്മൾ അതുമായിട്ട് പൊരുത്തപ്പെടും, നമ്മൾ അതുമായിട്ട് ഇഴുകിച്ചേരും. അതിന് എന്താ കാരണം എന്ന് ചോദിച്ചാൽ ആ ജീവിത രീതിയാണ് നമ്മുടെ ഒറിജിനൽ ജീവിത രീതി. നമ്മൾ ഈ ചായ കാഫി കുടിക്കുന്നതും മാംസാഹാരം കഴിക്കുന്നതൊന്നും നമ്മുടെ നാച്ചുറൽ ജീവിത രീതിയല്ല, നമ്മുടെ സ്വാഭാവികമായ രീതിയല്ല. നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ജീവിതമാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ജീവിത രീതിയെ സ്വീകരിക്കുവാനാണ് നമുക്ക് എളുപ്പം. അത് നമ്മുടെ തനതായ നാച്ചുറൽ ആയിട്ടുള്ള രീതിയാണ്. അപ്പൊ ഇത് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, എല്ലായ്പ്പോഴും ഭഗവാന്റെ സംരക്ഷണത്തിലാണ് ഞാൻ എന്ന് ദൃഢമായി വിശ്വസിക്കുക. രക്ഷിഷ്യതി വിശ്വാസോ, അങ്ങനെ പറയും. രക്ഷിഷ്യതി വിശ്വാസം എന്ന് വെച്ചാൽ എന്താ അർത്ഥം? രക്ഷിക്കും. ആര് രക്ഷിക്കും? ഭഗവാൻ രക്ഷിക്കും. അതില് ഉറച്ച വിശ്വാസം. എനിക്ക് വേറെ ആരുടെ ഹെൽപ്പും വേണമെന്നില്ല, ഭഗവാൻ ഉണ്ട്, അദ്ദേഹം രക്ഷിക്കും. ആര് കൈവിട്ടാലും ഭഗവാൻ എന്നെ കൈവിടില്ല. നമ്പി കെട്ടവരില്ലവോ രംഗയ്യ എന്ന് ആചാര്യന്മാർ പാടിയിട്ടുണ്ട്. ഈ ദൃഢമായ വിശ്വാസം, എത്ര അപകടങ്ങൾ വന്നാലും, എത്ര നഷ്ടങ്ങൾ വന്നാലും, എത്ര ദുഃഖങ്ങൾ വന്നാലും ഭഗവാൻ എന്നെ രക്ഷിക്കും, ഭഗവാൻ എന്നെ രക്ഷിക്കും എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് ഇതിൽ പൂർണ്ണമായിട്ടും വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഭക്തനാണ് പരിപൂർണ ശരണാഗതി നേടിയ ഭക്തൻ. ഉദാഹരണത്തിന് പറഞ്ഞാൽ, സുഗ്രീവനെ ശ്രീരാമപ്രഭു ആദ്യം പോയിട്ട് ബാലിയുമായിട്ട് ദ്വന്ദ്വയുദ്ധം ചെയ്യാൻ പറയുന്നുണ്ട്. പോയി ദ്വന്ദ്വയുദ്ധം ചെയ്തു, നല്ല അടി വാങ്ങിച്ച് ജീവനും കൊണ്ട് ഓടി സുഗ്രീവൻ. രണ്ടാമതും രാമൻ പറഞ്ഞു, അയ്യോ എനിക്ക് ആള് മാറി വ്യക്തമല്ലായിരുന്നു, നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ ഇരിക്കുകയല്ലേ, അപ്പൊ നീ ആര് വാലി ആരാണെന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റിയില്ല, അതുകൊണ്ട് നീ ഒന്നുകൂടി പോ, എന്നിട്ട് വാലിയെ വെല്ലുവിളിക്ക്, ഇത്തവണ ഞാൻ വാലിയെ കൊല്ലാം. അപ്പോ വേറൊരാളാണെന്നുണ്ടെങ്കിൽ പോകത്തില്ല. കാരണം കഷ്ടിച്ച് ജീവനും കൊണ്ട് രക്ഷപ്പെട്ട് ഓടുകയായിരുന്നു സുഗ്രീവൻ. കുറച്ചുകൂടി താമസിച്ചിരുന്നെങ്കിൽ ജീവൻ പോയാൻ. ആ മരണത്തിന്റെ വക്കിലെത്തിയിട്ട് പോലും സുഗ്രീവൻ ഭഗവാന്റെ വാക്കും കേട്ട് വീണ്ടും പോയി ദ്വന്ദ്വയുദ്ധം ചെയ്യാൻ. അപ്പൊ ഇതാണ് ആ വിശ്വാസം. അപ്പൊ ആദ്യം ഒരു തവണ തോറ്റുപോയി, അപ്പൊ ഇനി ഭഗവാൻ രക്ഷിക്കില്ലായിരിക്കും എന്ന് വന്നു കഴിഞ്ഞാൽ ഈ ദൃഢവിശ്വാസം. അതായത് നമ്മുടെ ജീവിതത്തില് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോഴും, നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് പരാജയം വരുമ്പോഴും, കണ്ടിന്യൂസ് ആയിട്ട് ദുഃഖം വരുമ്പോഴും ഭഗവാൻ എന്നെ രക്ഷിക്കും എന്നുള്ളതാണ് വിശ്വാസം, മഹാവിശ്വാസം. അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെയൊക്കെ കാര്യങ്ങൾ നടക്കുന്നു, നമ്മുടെ ലൈഫ് ഭയങ്കര സ്മൂത്താണ്, എനിക്ക് ഭഗവാനെ പൂർണ്ണ വിശ്വാസമാണ് എന്ന് പറയുന്നത് വിശ്വാസമല്ല, അല്ലെ? അപ്പൊ അഡ്വേഴ്സ് സിറ്റുവേഷൻസിലും ഭഗവാനെ വിശ്വസിക്കാൻ സാധിച്ചാൽ അതാണ് യഥാർത്ഥത്തിൽ രക്ഷിഷ്യതി വിശ്വാസം. ഇനി അടുത്തത്, നാലാമത്തത്, ഭഗവാന്റെ കാരുണ്യത്തെ മാത്രം ആശ്രയിക്കും. ഗോപ്തൃത്വേ വാരണം തഥാ എന്ന് പറയും. ഗോപ്തൃത്വേ വാരണം തഥ എന്ന് വെച്ചാല് എനിക്ക് എൻ്റെ സസ്റ്റ്യനൻസിന്, എൻ്റെ നിലനിൽപ്പിന് വേറെ ഒരു ഹെൽപ്പും വേണ്ട, ഭഗവാന്റെ കാരുണ്യം മാത്രം. ഇപ്പൊ ചിലരൊക്കെ പറയും, എനിക്ക് കുറച്ച് ചൊവ്വാദോഷമുണ്ട്, അതുകൊണ്ട് നവഗ്രഹങ്ങൾക്കൊരു പൂജ ചെയ്യണം, പിന്നെ കുറച്ച് കാശ് വേണം, അതുകൊണ്ട് അതിന് ഒരു ലക്ഷ്മി പൂജ നടത്തും, ഇനി ആയുസ് കുറച്ച് പ്രശ്നം എന്ന് പറയുന്നു, അതുകൊണ്ട് ഒരു മൃത്യുഞ്ജയ ഹോമം പോയിട്ട് ശിവന് ചെയ്യണം. ഇങ്ങനെ പലരെയും ആശ്രയിക്കുന്നവരുണ്ട്. അങ്ങനെയില്ല. നമ്മൾ എല്ലാത്തിനും ഒരു പരിപൂർണ ശരണാഗതി നേടിയ ഭക്തൻ എന്ത് ആവശ്യത്തിനാണെങ്കിലും ഭഗവാനെ മാത്രമേ ആശ്രയിക്കൂ, ഭഗവാന്റെ കാരുണ്യത്തെ മാത്രമേ ആശ്രയിക്കൂ. ഭഗവാന്റെ കാരുണ്യത്തെ ആശ്രയിക്കണം എന്നാ പറഞ്ഞിരിക്കുന്നത്. അത് വളരെ പ്രധാനമാണ്.
ഭഗവാനെ ആശ്രയിക്കണം എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും പോയിട്ട് ഭഗവാന്റെ അടുത്ത് പറയുക, എനിക്ക് ഇത് വേണം അത് വേണം എല്ലാം പറയുക, എന്നിട്ട് ഭഗവാൻ തരണമെന്ന് നിർബന്ധം പിടിക്കുക. അങ്ങനെയല്ല. നമ്മുടെ ആവശ്യങ്ങൾ പറയുക, പക്ഷെ അത് ചെയ്തു തരേണ്ടതും തരാത്തതും ഒക്കെ ഭഗവാന്റെ കാരുണ്യത്തെ ആശ്രയിച്ചിരിക്കും. ആ ഒരു ഭാവത്തിലുള്ള ആശ്രയം. ഞാൻ ആശ്രയിച്ചു, അതുകൊണ്ട് ഭഗവാൻ ഇതെല്ലാം എനിക്ക് ചെയ്തു തരണം, അത് ആ പിടിവാശി പാടില്ല. നമ്മുടെ ചിന്താഗതി എന്തായിരിക്കണം? എനിക്ക് ഞാൻ ആവശ്യപ്പെടുന്ന കാര്യങ്ങളൊന്നും എനിക്ക് കിട്ടാനുള്ള ഒരു യോഗ്യതയില്ല. പിന്നെ ഭഗവാന്റെ കാരുണ്യം ഉണ്ടെങ്കിൽ, എനിക്ക് യോഗ്യത ഇല്ലെങ്കിൽ പോലും ഭഗവാന്റെ കാരുണ്യം ഉണ്ടെങ്കിൽ ഞാൻ ചിലപ്പോ എനിക്കത് കിട്ടുമായിരിക്കും എന്ന ഒരു ദീനഭാവം, അത് പ്രധാനമാണ്. അതല്ല ഇതെന്റെ റൈറ്റ്സ് ആണ്, എന്റെ അവകാശമാണ്, ഇത് ഭഗവാൻ എനിക്ക് ചെയ്തു തരണം, അല്ല. ഇതെന്റെ അവകാശമൊന്നുമല്ല, ഇതിന് ഞാൻ യോഗ്യനുമല്ല, ഭഗവാന്റെ കാരുണ്യം കൊണ്ട് കിട്ടിയാൽ. അങ്ങനെ ഭഗവാന്റെ കാരുണ്യത്തെ മാത്രം ആശ്രയിക്കുന്നത്. ഇത് നാലാമത്തെ കാര്യം. അഞ്ചാമത്തത്, ഭഗവാന്റെ താല്പര്യത്തിൽ നിന്ന് വേറിട്ട ഒരു താല്പര്യവും നിലനിർത്തരുത്. ആത്മനിക്ഷേപമാണ് എല്ലാം. അതായത് നമുക്ക് സ്വന്തമായിട്ട് ഒരു അഭിപ്രായമോ ഇഷ്ടം അനിഷ്ടം അങ്ങനെയൊന്നുമില്ല. എല്ലാം നമ്മൾ കംപ്ലീറ്റ്ലി സിങ്കായി. അത് നമ്മൾ ഈ മൊബൈലിലൊക്കെ ചില ഇതൊക്കെ ആപ്പൊക്കെ എടുക്കുമ്പോൾ യുവർ മൊബൈൽ ഇസ് നോട്ട് സിങ്കിങ് വിത്ത് ദിസ് ആപ്പ് എന്ന് കാണും. അത് രണ്ടും ചേർന്ന് പോകുന്നില്ല, സിങ്ക് എന്ന് പറയും. അപ്പൊ നമ്മൾ 100% സിങ്ക് ആവുകയാണ് ഭഗവാന്റെ മൈൻഡ് സെറ്റുമായിട്ട്. അപ്പൊ അതാണ് പറയുന്നത്, ഭഗവത്ഗീത എന്ന് പറയുന്നത് ഭഗവാന്റെ ഉപദേശങ്ങളാണ്. ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത് ഭഗവാന്റെ ലീലകളാണ്. ശ്രീ ചൈതന്യ ചരിതാമൃതം എന്ന് പറയുന്നത് ഭഗവാന്റെ മനസ്സാണ് എന്ന് ആചാര്യന്മാർ പറയാറുണ്ട്. അപ്പൊ ഭഗവാന്റെ മനസ്സുമായിട്ട് പരിപൂർണമായിട്ടും ഒരു താതാത്മ്യം പ്രാപിക്കും. അപ്പൊ അതിന് മനസ്സെന്താണെന്ന് അറിയണ്ടേ? അതിനാണ് ചൈതന്യ ചരിതാമൃതം പഠിക്കണം എന്ന് പറയുന്നത്. ഇത് ഭഗവാന്റെ മനസ്സാണ്. അപ്പൊ ആ ഒരു പരിപൂർണ താതാത്മ്യം പ്രാപിക്കും. എനിക്ക് എന്റേതായ ഒരു അഭിപ്രായമില്ല, നിന്നിഷ്ടം എന്നിഷ്ടം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ രാമായണത്തില് ഈ വനവാസം നടക്കുന്ന സമയത്ത് ലക്ഷ്മണസ്വാമിയുടെ ഒരു സേവനം എന്താണെന്ന് ചോദിച്ചാല്, ഇപ്പൊ അവരിങ്ങനെ ഓരോ കാട്ടിലിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ രാത്രിയാകുമ്പം സൂര്യൻ അസ്തമിച്ച് കഴിയുമ്പോ ശ്രീരാമസ്വാമി പറയും നമുക്ക് ഇന്നിവിടെ തങ്ങാന്ന് പറയും. അപ്പോൾ അടുത്തത് ലക്ഷ്മണന്റെ സേവ എന്താണെന്ന് ചോദിച്ചാൽ ഉടനെ തന്നെ കാട്ടിലേക്ക് പോയിട്ട് തടി കഷ്ണങ്ങള് കമ്പുകള് ഇലയും ഓലയും ഒക്കെ മുറിച്ചുകൊണ്ട് വരിക. എന്നിട്ട് ഉടനെ തന്നെ ഒരു പർണശാല നിർമ്മിക്കുക, രാമനും സീതയ്ക്കും രാത്രി തങ്ങുവാൻ വേണ്ടിയിട്ട്. അപ്പൊ ഭഗവാൻ പറയും, ഓക്കെ, ഈ ഭാഗത്ത് പർണശാല നിർമ്മിച്ചോളൂ, ഇവിടെ ഒരു ചെറിയൊരു ഒരു റൂം പോലെ കെട്ടിക്കോളൂ, ഇപ്പൊ ഈ സൈഡില് ഈ നമ്മുടെ വസ്ത്രമൊക്കെ ഉണക്കാനുള്ള ഒരു സജ്ജീകരണം ചെയ്തോളൂ, ഇവിടെ നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഒരു സജ്ജീകരണം ചെയ്യൂ എന്നൊക്കെ ശ്രീരാമസ്വാമി പറഞ്ഞു കൊടുക്കും. അപ്പൊ ഒരു ദിവസം ഇതേപോലെ ശ്രീരാമസ്വാമിയുടെ അടുത്ത് വന്നിട്ട് നമുക്ക് ഇന്ന് ഇവിടെ വിശ്രമിക്കാമെന്ന് പറഞ്ഞു. അപ്പൊ ഉടനെ അടുത്ത പർണശാല കെട്ടണം. അപ്പൊ ശ്രീരാമസ്വാമി പറഞ്ഞു, ലക്ഷ്മണൻ നിന്റെ ഇഷ്ടം പോലെ ചെയ്തു. ഇത് കേട്ടതും ലക്ഷ്മണന് വല്ലാത്ത ദുഃഖമായി എന്നാ പറയുന്നത്. ലക്ഷ്മണന്റെ കണ്ണൊക്കെ നിറഞ്ഞു. ശ്രീരാമൻ ചോദിച്ചു, എന്ത് പറ്റി ലക്ഷ്മണ, നീ എന്താ ഇങ്ങനെ കണ്ണൊക്കെ നിറഞ്ഞു, നിനക്ക് എന്ത് പറ്റി? ഞാൻ നിന്നെ വഴക്കൊന്നും പറഞ്ഞില്ലല്ലോ, നിന്റെ ഇഷ്ടം പോലെ ഒരു പർണശാല കെട്ടുന്നല്ലേ പറഞ്ഞു. അപ്പൊ ലക്ഷ്മണൻ പറഞ്ഞു, അങ്ങനെയല്ലല്ലോ പരം, എന്റേതായ ഒരു ഇഷ്ടമുണ്ടെന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടോ? ഞാൻ അങ്ങേ പരിപൂർണമായിട്ടും ശരണം പ്രാപിച്ച ഒരാളല്ലേ, എനിക്ക് എന്റേതായ ഒരു ഇഷ്ടവുമില്ല അനിഷ്ടവും. അങ്ങയുടെ മനസ്സ് അറിഞ്ഞു പ്രവർത്തിക്കേണ്ട എളിയ ദാസനാണ് ഞാൻ. അപ്പൊ ഒരിക്കലും എന്റെ അഭിപ്രായം എന്റെ ഇഷ്ടം ഇതൊന്നും ദയവ് ചെയ്ത് അങ്ങ് ചോദിക്കരുത്. അങ്ങ് പറഞ്ഞാൽ ഞാൻ അതുപോലെ ചെയ്യാം. എനിക്ക് എന്റേതായിട്ടുള്ള ഒരു ഇൻഡിപെൻഡന്റ് സ്റ്റാൻഡേ ഇല്ല എന്ന് ലക്ഷ്മണൻ പറഞ്ഞു. അപ്പൊ ഇതാണ് എന്താണ് ആത്മനിക്ഷേപ. ഭഗവാന്റെ താല്പര്യത്തിൽ നിന്ന് വേറിട്ട് ഒരു താല്പര്യമില്ല. ഇനി ആറാമത്തത്, എല്ലായ്പ്പോഴും സൗമ്യനും വിനയാന്വിതനുമായിരിക്കണം. അതായത് കാർപ്പണ്യാന്ന് പറയും. ആത്മനിക്ഷേപ കാർപ്പണ്യേ ഷഡ്വിധ ശരണാഗതി എന്നാ പറയും. ആത്മനിക്ഷേപ കാർപ്പണ്യേ ഷഡ്വിധ ശരണാഗതി. 6 സ്വഭാവങ്ങളാണ് ഈ ശരണാഗതിക്കുള്ളത്. ആറാമത്തത് എന്താണെന്ന് വെച്ചാൽ എല്ലായ്പ്പോഴും സൗമ്യനും വിനയാന്വിതനുമായിരിക്കും. നമുക്ക് അഹങ്കാരമേ ഇല്ല. എന്താ അഹങ്കാരം ഇല്ലാത്തത്? കാരണം എല്ലാം നടത്തുന്നത് ഭഗവാനാണ്. നമ്മൾ നിമിത്തമാത്രം ഭവസവ്യസാച്ചിൻ. അതാണ് നമ്മുടെ മൈൻഡ് സെറ്റ്. ഒരു പരിപൂർണ ശരണാഗതന്റെ മൈൻഡ് സെറ്റ് അതാണ്.
അത് മാർക്കിനെ ഭാഗവത ധർമ്മ എന്ന് പറഞ്ഞിട്ട് ഒരു മനോഹരമായ കവിത ശില പ്രഭുപാദർ അമേരിക്കയിൽ ബോസ്റ്റണിൽ ചെന്നപ്പോൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ അതിലൊരു സെന്റൻസിൽ ശില പ്രഭുപാദർ പറയുന്നത്, ഓ മൈ ലോർഡ്, ഐ എം ലൈക്ക് എ പപ്പറ്റ് ഇൻ യുവർ ഹാൻഡ്, മേക്ക് മീ ഡാൻസ് as യു വിഷ്. അല്ലയോ ഭഗവാനെ, അങ്ങയുടെ കയ്യിലെ ഒരു പാവയാണ് ഞാൻ. എന്നെ എന്ത് ചെയ്യണം, എന്നെ എങ്ങനെ നൃത്തം വയ്പ്പിക്കണം എന്നൊക്കെ അങ്ങേക്ക് തീരുമാനിക്കും. ഞാൻ പരിപൂർണമായിട്ടും അങ്ങയെ ശരണം പ്രാപിച്ചിരിക്കുന്നു. അങ്ങാണ് എൻ്റെ നിയന്താവ്. അപ്പൊ ഇതാണ് പരിപൂർണ ശരണാഗതി നേടിയ ഒരാളുടെ മൈൻഡ് സെറ്റ്. ഇങ്ങനെ ഈ 6 കാര്യങ്ങൾ ഉണ്ടാവണം. ഇപ്പൊ ഈ 6 കാര്യങ്ങൾ എന്തിനാ പറഞ്ഞത്? തൊട്ട് മുമ്പ് ശ്രീല പ്രഭുപാദർ എന്താ പറഞ്ഞത്? എല്ലാവരും ശ്രീകൃഷ്ണ ഭഗവാന് ആത്മസമർപ്പണം ചെയ്യണം, പരിപൂർണമായിട്ടും ഭഗവാനെ ആശ്രയിക്കണം. ഒരു കൊച്ചുകുട്ടി രക്ഷിതാക്കളെ എങ്ങനെ ആശ്രയിക്കുന്നുവോ, ഒരു വളർത്തുമൃഗം എങ്ങനെ തന്റെ യജമാനെ ആശ്രയിക്കുന്നുവോ, അതുപോലെ നമ്മളും ഭഗവാന് പൂർണ്ണമായിട്ട് ശരണാഗതി പ്രാപിച്ച് അദ്ദേഹത്തെ ആശ്രയിക്കണം. അപ്പൊ പൂർണ്ണ ശരണാഗതി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ ഷഡ്വിധ ശരണാഗതി. അതിന് 6 അംഗങ്ങളുണ്ട് എന്ന് പറഞ്ഞ് അത് നമുക്ക് പറഞ്ഞു. അപ്പൊ ഇത് ഒരു വലിയ ടോപ്പിക്കാണ്. നമ്മളൊന്ന് ഓടിച്ചു നോക്കിയെന്നേ ഉള്ളൂ. നമുക്ക് അടുത്ത പാരഗ്രാഫിലേക്ക് പോകാം. ഈ 6 മാർഗനിർദ്ദേശങ്ങൾ പിന്തുടർന്നുകൊണ്ട് ഒരുവൻ തനിക്ക് ആത്മസമർപ്പണം ചെയ്യണമെന്ന് ഭഗവാൻ ആവശ്യപ്പെടുന്നു. പക്ഷേ ഈ ലോകത്തിലെ പണ്ഡിതന്മാരെന്ന് പറയപ്പെടുന്ന ബുദ്ധിഹീനർ ഈ ഭഗവതാജ്ഞയെ തെറ്റിദ്ധരിക്കുകയും അതിനെ തള്ളിക്കളയാൻ സാമാന്യ ജനങ്ങളെ പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോ ഭഗവാൻ ഇത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഈ 6 കാര്യങ്ങൾ ഒരാൾ ഫോളോ ചെയ്യണം എന്നുള്ളത്. പക്ഷേ ലോകത്തില് സോ കോൾഡ് പണ്ഡിതന്മാരെന്ന് പറയപ്പെടുന്ന ബുദ്ധിഹീനന്മാര് ഈ ഭഗവതാജ്ഞയെ തെറ്റിദ്ധരിക്കും. ചിലര് തെറ്റിദ്ധരിക്കും, മറ്റു ചിലര് ഇതിനെ തള്ളിക്കളയാൻ സാമാന്യ ജനങ്ങളെ പ്രചോദിപ്പിക്കുകയും ചെയ്യും. തെറ്റിദ്ധരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാല്, ഈ ആശ്രയിക്കാനൊക്കെ പറയുന്നുണ്ട്, പക്ഷെ അത് ഭഗവാനെ അല്ലെങ്കിൽ കൃഷ്ണനെ ആശ്രയിക്കണമെന്നൊന്നുമില്ല. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ എന്ന് പറഞ്ഞാല് അത് ശ്രീകൃഷ്ണനെ ഒന്നും അല്ല ഉദ്ദേശിക്കുന്നത്. ഒരു ശക്തിയുണ്ട് പ്രപഞ്ചത്തിൽ. ആ ശക്തി ആരാ നിങ്ങൾ ആശ്രയിച്ചാൽ മതി. ആ ശക്തിക്ക് പല പേരുകളുണ്ട്. യഹോവ എന്ന് പേരുണ്ട്, അള്ളാഹു എന്ന് പേരുണ്ട്, രാമൻ എന്ന് പേരുണ്ട്, കൃഷ്ണൻ എന്ന് പേരുണ്ട്, ശിവൻ എന്ന് പേരുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അങ്ങനെ ആശ്രയിച്ചാൽ മതി. അപ്പൊ ഇത് എന്താണെന്ന് വെച്ചാൽ തെറ്റിദ്ധരിച്ചു. ഇനി ചിലർ ഇതിനെ പൂർണ്ണമായിട്ടും തള്ളിക്കളയും. അവർ പറയുന്നത് ഇതെന്തിനാ നമ്മൾ ആശ്രയിക്കുന്നത്? നമുക്കൊരു സ്വന്തമായിട്ട് ഒരു ഇൻഡിപെൻഡൻസ് ഒക്കെ വേണ്ടേ? നമുക്കൊരു സ്വതന്ത്ര ചിന്താഗതിയൊക്കെ വേണ്ടേ? അങ്ങനെ വേറൊരാൾ മാത്രം അങ്ങനെ ആശ്രയിച്ചല്ലല്ലോ നമ്മൾ ജീവിക്കേണ്ടത്. നമുക്ക് സ്വന്തമായിട്ട് ബുദ്ധിയില്ലേ? നമ്മൾ ആലോചിച്ചിട്ട് ശരിയാണെന്ന് തോന്നിയാൽ ചെയ്താൽ മതി എന്ന് പറഞ്ഞ് ഇതിനെ തള്ളിക്കളയുന്നവരുമുണ്ട്. പക്ഷെ ഇത് യഥാർത്ഥത്തിൽ ബുദ്ധിശാലികളല്ല, ഇത് മണ്ടത്തനമാണ് എന്ന് പ്രഭുപാദർ പറയുന്നു. അപ്പൊ അതിന്റെ എക്സാമ്പിൾ ആയിട്ട് പ്രഭുപാദർ പറയുന്നു, ഭഗവത്ഗീതയുടെ 9-ാം അധ്യായത്തിന്റെ പര്യവസാനത്തിൽ കൃഷ്ണ ഭഗവാൻ നേരിട്ട്, ഞാൻ അടുത്ത പേജ് എടുത്തോട്ടെ, കൃഷ്ണ ഭഗവാൻ നേരിട്ട് പഠിപ്പിക്കുന്നു, എല്ലായ്പ്പോഴും എന്നെക്കുറിച്ച് ചിന്തിക്കുക. ഹരേ കൃഷ്ണ, ഇത് തന്നെയല്ലേ അടുത്ത പേജ്? നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടോ? ഹരേ കൃഷ്ണ. പ്രണാമം. ഇത് തന്നെയല്ലേ അടുത്ത പേജ്? ഓക്കെ, കാരണം എനിക്ക് ഓരോരോ പേജ് ആയിട്ട് അയച്ചെന്ന്, സോ ഐ ഡോണ്ട് നോ. ഓക്കെ. എല്ലായ്പ്പോഴും എന്നെ കുറിച്ച് ചിന്തിക്കുക, എന്റെ ഭക്തനായി തീരുക, എന്നെ മാത്രം ആരാധിക്കുക, എനിക്ക് മാത്രം പ്രണാമങ്ങൾ അർപ്പിക്കുക, അല്ലെ? മന്മനാഭവ മദ്ഭക്തോ മധ്യാജീമാ നമസ്കരോ, ആ ശ്ലോകം നമുക്കറിയാം. അപ്പോ ഭഗവാൻ ഇത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എന്നെ ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എല്ലായ്പ്പോഴും എന്നെ കുറിച്ച് ചിന്തിക്കുക. അപ്പൊ ആരെക്കുറിച്ച് ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ, ചിന്തിക്കാൻ ഒരു വ്യക്തി വേണ്ടേ? അതൊരു ശക്തിയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരിൽ അവരെ വിളിക്കാൻ, നിനക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ കുറിച്ച് ചിന്തിക്കാന്ന് പറയാൻ പറ്റത്തില്ല. ഒരു വ്യക്തി വേണം. അപ്പൊ ആ ഒരു വ്യക്തി ഉണ്ടെങ്കിലേ നമുക്ക് ആ വ്യക്തിയെക്കുറിച്ച് എല്ലായ്പ്പോഴും ചിന്തിക്കാൻ പറ്റുള്ളൂ. എന്റെ ഭക്തനായി തീരുക. ഒരു ഭഗവാൻ ഉണ്ടെങ്കിലല്ലേ ഒരു ഭക്തനാവാൻ പറ്റും. അപ്പൊ ആരാ ഭഗവാൻ? അപ്പൊ അതൊരാള് വേണം. എന്റെ ഭക്തനായി തീരുക, എന്നെ മാത്രം ആരാധിക്കുക എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? വേറെയും ആൾക്കാരുണ്ട്, വേറെയും ദേവന്മാരുണ്ട്, അവരെന്നും ആരാധിക്കണ്ട, എന്നെ മാത്രം ആരാധിക്കുക എന്ന് പറയുന്നു. എനിക്ക് മാത്രം പ്രണാമങ്ങൾ അർപ്പിക്കാം. ഭഗവാൻ വളരെ ക്ലിയർ ആയിട്ട്
ഞാനൊരു വ്യക്തിയാണ്, എന്റെ ആഗ്രഹം ഇതാണ്, എന്റെ ഇഷ്ടം ഇതാണ്, ഇങ്ങനെ തന്നെ ചെയ്യണം എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അല്ലെ? അപ്പൊ അതുകൊണ്ട് ഇതിൽ യാതൊരു തെറ്റിദ്ധാരണയ്ക്കും ഇടയില്ല. ഭഗവാൻ ഒരു വ്യക്തിയാണ്. ആ വ്യക്തി ശ്രീകൃഷ്ണൻ ഭഗവാനാണ്. അദ്ദേഹം വ്രജേന്ദ്ര നന്ദനനാണ്. നന്ദഗോപരുടെ വളർത്തു മകനാണ്. ദേവകിയുടെ പുത്രനാണ്. ഭഗവാന് വ്യക്തമായിട്ടൊരു അഡ്രസ് ഉണ്ട്, ഒരു ഐ ഡി കാർഡ് ഉണ്ട്, അല്ലേ? ഇപ്പൊ നമുക്കൊക്കെ ഇപ്പൊ ഇന്ത്യയിലാണെങ്കിൽ എല്ലാവർക്കും ഒരു ആധാർ കാർഡ് ഉണ്ട്, അല്ലേ? അതുപോലെ ഭഗവാൻ ഒരു ഐ ഡി കാർഡ് ഉണ്ട്. നമുക്ക് ഒരു വ്യക്തമായ ഐഡന്റിറ്റി ഉണ്ടാവുമെങ്കിൽ ഭഗവാൻ ഉണ്ടാവില്ലേ എന്ന് ശ്രീല പ്രഭുപാദർ ചോദിക്കാം. അപ്പൊ അങ്ങനെ ചെയ്യുന്നതിലൂടെ ഒരുവൻ അവിടുത്തെ അതീന്ദ്രിയധാമത്തിൽ അവിടുത്തോട് തന്നെ തീർച്ചയായും ചെന്നെത്തുമെന്ന് ഭഗവാൻ പറയുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് അയാൾക്ക് ഭഗവാന്റെ അടുത്തേക്ക് മടങ്ങി ചെല്ലാൻ പറ്റുക, ഭഗവത് ധാമത്തിലേക്ക് മടങ്ങി ചെല്ലാൻ പറ്റുക. അപ്പൊ ഇത് കുറച്ച് വലിയ പാരഗ്രാഫാണ്. കഥാമൃത പ്രഭു, ടൈം ആയി. ഞാനിത് ഈ പാരഗ്രാഫ് കംപ്ലീറ്റ് ചെയ്യണോ അതോ ഇവിടെ നിർത്തണോ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഇന്ന് പ്രഭുവിന് വേണ്ടി പറഞ്ഞ അത്രയും ഭാഗം കൂടെ വായിച്ചു കഴിഞ്ഞാൽ നാളെ മുതലുള്ള ആൾക്കാർക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്യാമായിരുന്നു. അപ്പൊ ഞാൻ വെറുതെ വായിച്ചു പോയാൽ മതിയോ? മതി പ്രഭു, അങ്ങനെ വെറുതെ വായിച്ചാൽ മതി, അപ്പൊ എക്സ്പ്ലെയിൻ ഒന്നും ചെയ്യണ്ട. മതി പ്രഭു. ഓക്കെ. അപ്പൊ അങ്ങനെ ചെയ്യുന്നതിലൂടെ ഒരുവൻ അവിടുത്തെ അതീന്ദ്രിയധാമത്തിൽ അവിടുത്തോട് തന്നെ തീർച്ചയായും ചെന്നെത്തുമെന്ന് ഭഗവാൻ പറയുന്നു. പക്ഷെ പരമപുരുഷനെ ശരണം പ്രാപിക്കുന്നതിന് പകരം അപ്രകടവും നിത്യവും അജവുമായ അവ്യക്തിഗത സത്യത്തെ ശരണം പ്രാപിക്കാൻ നിർദ്ദേശിച്ചുകൊണ്ട് പാണ്ഡിത്യമുള്ള അസുരന്മാർ പൊതുജനത്തെ വഴിതെറ്റിക്കുന്നു. നിരപേക്ഷ സത്യത്തിന്റെ ആത്യന്തിക ഭാവം പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനാണെന്ന് അവ്യക്തിഗതവാദികളായ മായാവാദി തത്വജ്ഞാനികൾ അംഗീകരിക്കുന്നില്ല. സൂര്യനെ യഥാരൂപത്തിൽ മനസ്സിലാക്കണമെന്ന് ഒരുവൻ ആഗ്രഹിക്കുന്ന പക്ഷം അവൻ നിശ്ചയമായും ആദ്യം സൂര്യപ്രകാശത്തെയും പിന്നീട് സൂര്യഗോളത്തെയും അഭിമുഖീകരിക്കണം. അതിനുശേഷം കഴിയുമെങ്കിൽ സൂര്യഗോളത്തിനുള്ളിൽ പ്രവേശിക്കുന്ന പക്ഷം അവന് സൂര്യന്റെ അധിഷ്ഠാന ദേവനുമായി മുഖാമുഖം കാണാൻ സാധിച്ചേക്കും. അല്പജ്ഞാനം മൂലം മായാവാദി ദാർശനികർക്ക് സൂര്യപ്രകാശത്തോട് താരതമ്യം ചെയ്യാവുന്ന ബ്രഹ്മ തേജസ്സിനപ്പുറത്തേക്ക് പോകാൻ കഴിയില്ല. പരമപുരുഷനായ ഭഗവാന്റെ യഥാർത്ഥ മുഖം കാണാൻ കഴിയുന്നതിന് മുമ്പ് ഒരുവൻ കണ്ണഞ്ചിപ്പിക്കുന്ന ബ്രഹ്മ തേജസ്സിനെ മറികടക്കണമെന്ന് ഉപനിഷത്തുകൾ സ്ഥിരീകരിക്കുന്നു. അടുത്ത പാരഗ്രാഫ്. അതിനാൽ വ്രജരാജന്റെ വളർത്തുപുത്രനായി അവതരിച്ച ശ്രീകൃഷ്ണ ഭഗവാനെ നേരിട്ട് ആരാധിക്കാൻ ചൈതന്യ മഹാപ്രഭു ഉപദേശിക്കുന്നു. വൃന്ദാവനം എന്നറിയപ്പെടുന്ന സ്ഥലം കൃഷ്ണ ഭഗവാനോളം തന്നെ ശ്രേഷ്ഠമാണെന്നും അവിടുന്ന് ഉപദേശിക്കുന്നു. കൃഷ്ണ ഭഗവാൻ നിരപേക്ഷ സത്യമായതിനാൽ അവിടുന്നും അവിടുത്തെ നാമം, ഗുണങ്ങൾ, രൂപം, ലീലകൾ, സഹചാരികൾ, അനുസാരികൾ എന്നിവയും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. പരമപുരുഷനായ ഭഗവാന്റെ നിരപേക്ഷ പ്രകൃതം അതാണ്. പരിപൂർണ സിദ്ധാവസ്ഥയിലുള്ള സർവോന്നതമായ ആരാധന രീതി വ്രജത്തിലെ യുവതികൾ അനുഷ്ഠിച്ചിരുന്ന രീതിയാണെന്നും ചൈതന്യ മഹാപ്രഭു നമ്മെ പഠിപ്പിക്കുന്നു. ഈ യുവതികൾ ഗോപികമാർ അഥവാ ഇടയ പെൺകുടികൾ ഭൗതികമോ ആത്മീയമോ ആയ യാതൊരു ലാഭേച്ഛയുമില്ലാതെ കൃഷ്ണനെ സ്നേഹിച്ചു. ശ്രീമദ് ഭാഗവതം അതീന്ദ്രിയ ജ്ഞാനത്തിന്റെ കളങ്കരഹിതമായ വർണ്ണനയാണെന്നും പരമദിവ്യോ 24 അടുത്ത പേജ് എടുത്തോട്ടെ. പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാനോട് കലർപ്പില്ലാത്ത സ്നേഹം വളർത്തുകയാണ് മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും ഉന്നതമായ ലക്ഷ്യമെന്നും ചൈതന്യ മഹാപ്രഭു ഉപദേശിക്കുന്നു. ചൈതന്യ മഹാപ്രഭുവിന്റെ ഉപദേശങ്ങൾ സാഖ്യയോഗ തത്വശാസ്ത്രത്തിന്റെ ഉപജ്ഞാതാവായ ഭഗവാൻ കപിലന്റെ ഉപദേശങ്ങളിൽ നിന്ന് അഭിന്നമാണ്. ഈ ആധികാരിക യോഗ സമ്പ്രദായം ഭഗവാന്റെ അതീന്ദ്രിയ രൂപത്തെ ധ്യാനിക്കാൻ ഉപദേശിക്കുന്നു. ശൂന്യമോ അവ്യക്തിഗതമോ ആയ എന്തിനെയെങ്കിലും ധ്യാനിക്കുന്നതിനെ പറ്റി ഒരു പ്രശ്നമേ ഉദിക്കുന്നില്ല. ആസനനിഷ്ഠകളൊന്നും ഇല്ലാതെ പോലും ഭഗവാൻ വിഷ്ണുവിന്റെ അതീന്ദ്രിയ രൂപത്തെ ഒരുവന് ധ്യാനിക്കാൻ കഴിഞ്ഞാൽ അങ്ങനെയുള്ള ധ്യാനം പരിപൂർണ സമാധി എന്ന് വിളിക്കപ്പെടുന്നു. ഭഗവത്ഗീത 6-ാം അധ്യായത്തിന്റെ അദ്യത്തിൽ എല്ലാ യോഗികളിലും വെച്ച് ഉത്തമൻ ഹൃദയത്തിന്റെ അഗാധതകളിൽ പ്രേമഭക്തിയോടെ നിരന്തരം ഭഗവാനെ സ്മരിക്കുന്നവനാണെന്ന് കൃഷ്ണ ഭഗവാൻ പറയുമ്പോൾ ഈ വിധത്തിലുള്ള ധ്യാനമാണ് പരിപൂർണ സമാധി എന്ന് സ്ഥിരീകരിക്കപ്പെടുന്നു. ഭഗവാൻ ഒരേ സമയം അവിടുത്തെ സൃഷ്ടിയുമായി ഏകനും ഭിന്നനുമാണെന്ന് അചിന്ത്യാഭേദാഭേദ തത്വം എന്ന സാഖ്യദർശനം സ്ഥാപിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ സാഖ്യയോഗ ധ്യാനം പരിശീലിക്കുന്നതിന് ബഹുജനങ്ങൾക്കുള്ള പ്രായോഗികമായ മാർഗം ഭഗവാന്റെ തിരുനാമജപമാണെന്ന് ചൈതന്യ മഹാപ്രഭു പഠിപ്പിച്ചു. ഭഗവാന്റെ തിരുനാമം ഭഗവാന്റെ തന്നെ ശബ്ദാവതാരമാണെന്നും ഭഗവാൻ നിരപേക്ഷ സത്യവും പരിപൂർണനുമാകിയാൽ അവിടുത്തെ തിരുനാമവും അതീന്ദ്രിയ രൂപവും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ലെന്ന് മഹാപ്രഭു പഠിപ്പിച്ചു.
അപ്രകാരം ഭഗവാന്റെ ദിവ്യനാമം കീർത്തനം ചെയ്യുന്ന ഒരുവന് ശബ്ദസ്പന്ദനത്തിലൂടെ ഭഗവാനുമായി നേരിട്ട് സമ്പർക്കം പുലർത്താൻ കഴിയും. ഒരുവൻ ഈ ശബ്ദസ്പന്ദന ജപം അനുശീലിക്കുന്നതിനനുസരിച്ച് അവൻ പുരോഗതിയുടെ 3 ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നു. അപരാധഘട്ടം, ശുദ്ധീകരണ ഘട്ടം, അതീന്ദ്രിയ ഘട്ടം. അപരാധഘട്ടത്തിൽ ഒരുവൻ എല്ലാവിധത്തിലുള്ള ഭൗതിക സന്തോഷങ്ങളും കാംക്ഷിച്ചേക്കാം. പക്ഷേ 2ാം ഘട്ടത്തിൽ അവൻ എല്ലാവിധ ഭൗതിക മാലിന്യങ്ങളിൽ നിന്നും ശുദ്ധനാകുന്നു. ഒരുവൻ അതീന്ദ്രിയ തലത്തിൽ സ്ഥിതനാകുമ്പോൾ ഏറ്റവും അഭികാമ്യമായ അവസ്ഥ ഭഗവത് പ്രേമത്തിന്റെ തലം തലം പ്രാപിക്കുന്നു. മനുഷ്യർക്ക് നേടാൻ കഴിയുന്ന ഏറ്റവും ഉയർന്ന സിദ്ധിയുടെ തലം ഇതാണെന്ന് ചൈതന്യ മഹാപ്രഭു പഠിപ്പിച്ചു. അടുത്ത പാരഗ്രാഫ്. യോഗ പരിശീലനം ഇന്ദ്രിയങ്ങളുടെ നിയന്ത്രണം ഉദ്ദേശിച്ചുള്ളതാണ്. എല്ലാ ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കുന്ന കേന്ദ്ര ഘടകം മനസ്സാണ്. അതിനാൽ ഒരുവൻ ആദ്യമായി തന്റെ മനസ്സിനെ കൃഷ്ണാവബോധത്തിൽ നിയോഗിച്ചുകൊണ്ട് മനോനിയന്ത്രണം കൈവരിക്കാൻ ശ്രമിക്കണം. മനസ്സിന്റെ സ്ഥൂലമായ പ്രവൃത്തികൾ ബാഹ്യേന്ദ്രിയങ്ങളിലൂടെയാണ് പ്രകടമാകുന്നത്. അവ ജ്ഞാനാർജനത്തിന് വേണ്ടിയുള്ളതായാലും ഇച്ഛാനുസൃതം ഇന്ദ്രിയ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ളതായാലും ചിന്തിക്കുക, വികാരങ്ങൾ അനുഭവിക്കുക, ഇച്ഛിക്കുക എന്നിവയാണ് മനസ്സിന്റെ സൂക്ഷ്മവൃത്തികൾ. കളങ്കപ്പെട്ടതോ സംശുദ്ധമോ ആയ ഒരുവന്റെ അവബോധത്തിനനുസരിച്ച് ഇവ പ്രവർത്തിക്കുന്നു. ഒരുവന്റെ മനസ്സ് കൃഷ്ണനിൽ, അവിടുത്തെ നാമം, ഗുണങ്ങൾ, രൂപം, ലീലകൾ, സഹചാരികൾ, സാമഗ്രികൾ എന്നിവയിൽ ഉറയ്ക്കുന്ന പക്ഷം അവന്റെ എല്ലാ പ്രവൃത്തികളും സൂക്ഷ്മവും സ്ഥൂലവും ഹിതകരമാകുന്നു. കൃഷ്ണന്റെ അതീന്ദ്രിയ പ്രവൃത്തികളെ കുറിച്ച് സംസാരിക്കുക, അവിടുത്തെ ക്ഷേത്രം ശുദ്ധമാക്കുക, അവിടുത്തെ ക്ഷേത്രത്തിൽ പോവുക, കൃത്യമായി അലങ്കരിച്ചിട്ടുള്ള ഭഗവാന്റെ സുന്ദരമായ അതീന്ദ്രിയ രൂപം ദർശിക്കുക, അവിടുത്തെ അതീന്ദ്രിയ മഹിമകൾ ശ്രവിക്കുക, അവിടത്തേക്ക് അർപ്പണം ചെയ്ത ഭക്ഷണം രുചിക്കുക, അവിടുത്തെ ഭക്തന്മാർക്കൊപ്പം സഹവസിക്കുക, അവിടത്തേക്ക് സമർപ്പിച്ച പുഷ്പങ്ങളെയും തുളസി ദളങ്ങളുടെയും സുഗന്ധം നുകരുക, ഭഗവാന്റെ താല്പര്യത്തിന് വേണ്ടിയുള്ള പ്രവൃത്തികളിൽ നിരതനാവുക, ഭക്തരെ ദ്വേഷിക്കുന്നവരോട് ക്ഷോഭിക്കുക തുടങ്ങിയ കാര്യങ്ങളിലൂടെ മനസ്സിനെ കൃഷ്ണനിൽ ഉറപ്പിക്കുകയാണ് അവബോധത്തെ പരിശുദ്ധീകരിക്കാൻ ഭഗവത്ഗീത നൽകുന്ന പ്രക്രിയ. മനസ്സിന്റെയും ഇന്ദ്രിയങ്ങളുടെയും പ്രവൃത്തികൾക്ക് അറുതി വരുത്താൻ ആരാലുമാവില്ല. പക്ഷെ അവബോധത്തിൽ മാറ്റം വരുത്തുന്നതിലൂടെ ഒരുവൻ ഈ പ്രവൃത്തികളെ പവിത്രീകരിക്കാൻ കഴിയും. ഭഗവത്ഗീത 2.39 ഫലേച്ഛ കൂടാതെ കർമ്മം ചെയ്യാൻ ഒരുവനെ പ്രാപ്തനാക്കുന്ന യോഗജ്ഞാനത്തെക്കുറിച്ച് കൃഷ്ണൻ അർജുനനോട് പറയുന്നിടത്ത് ഈ അവബോധ മാറ്റത്തെക്കുറിച്ച് സൂചിപ്പിച്ചിരിക്കുന്നു. അല്ലയോ പാർത്ഥ, അത്തരം ജ്ഞാനത്തിൽ പ്രവർത്തിക്കുമ്പോൾ നിനക്ക് കർമ്മങ്ങളുടെ എല്ലാ ബന്ധനത്തിൽ നിന്നും സ്വയം മുക്തനാകാൻ കഴിയും. പ്രഭു കഴിഞ്ഞെന്ന് തോന്നുന്നു അല്ലെ? എനിക്ക് 4 പേജല്ല തന്നിരുന്നത്. ഹരേ കൃഷ്ണ. വളരെ നന്ദി പ്രഭു. എന്താ പ്രഭു? മനോഹരമായ ക്ലാസ്. ആ, താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ. പ്രഭുവിന്റെ ക്ലാസ് നമ്മൾ വളരെ എക്സ്പെക്ട് ചെയ്ത് നിൽക്കും. താങ്ക് യു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി, ദണ്ഡവത് പ്രണാംസ്. ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ? ഹരേ കൃഷ്ണ മാതാജി, ദണ്ഡവത് പ്രണാംസ്. ദണ്ഡവത് പ്രണാംസ്. പ്രഭുജി പറഞ്ഞു നമ്മുടെ പ്രാരബ്ധ കർമ്മങ്ങളെല്ലാം പോകുന്നു. അങ്ങനെയാണോ? പ്രാരബ്ധ കർമ്മങ്ങളും പോകുന്നുണ്ടോ? അതായത് നമ്മളിപ്പം ഈ ഒരു യജ്ഞത്തിന് ഇരിക്കുമല്ലോ, അതായത് ദീക്ഷ എടുക്കുമ്പോ, അപ്പോ അതില് മാതാജി ദീക്ഷ എടുത്തിട്ടുള്ള ആളാണോ? അല്ല. ഓക്കെ. അപ്പൊ നമ്മൾ യജ്ഞത്തിന് മുമ്പ് ഒരു ദീക്ഷ എടുക്കുന്നതിന് മുമ്പ് ഒരു യജ്ഞത്തിലിരിക്കും. അതില് കറുത്ത ധാന്യവും വെളുത്ത ധാന്യവും തരും. ഇത് രണ്ടും ഹോമിക്കാൻ പറയും. അപ്പൊ അതിന്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, കറുത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ പാപങ്ങളും വെളുത്തത് നമ്മുടെ പുണ്യങ്ങളുമാണ്. അപ്പൊ ഇതിനെ എല്ലാറ്റിനെയും നമ്മൾ ഹോമിക്കുകയാണ്. ഇനി നമ്മൾ ഭഗവാനെ ശരണാഗതി പ്രാപിച്ചു കഴിഞ്ഞാൽ, പൂർണ്ണമായും ശരണാഗതി പ്രാപിച്ചു കഴിഞ്ഞാൽ, പിന്നെ ഭഗവാനാണ് നമ്മുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അപ്പൊ ഭഗവാന് ഏത് റൂളിനെ വേണമെങ്കിലും ബൈപ്പാസ് ചെയ്യാനുള്ള അധികാരമുണ്ട്. സാധാരണഗതിയിൽ നമ്മൾ യമധർമ്മന്റെ ഡിപ്പാർട്ട്മെന്റിലാണ് പോകുന്നതെങ്കിൽ നമ്മൾ ചെയ്ത പാപങ്ങൾക്ക് നമ്മൾ ശിക്ഷ അനുഭവിച്ചേ മതിയാവും. നമ്മൾ ചെയ്ത പുണ്യങ്ങൾക്കും നമ്മൾ റിവാർഡ് വാങ്ങിയേ മതിയാവും. അതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനേ പറ്റില്ല. പാപവും പുണ്യവും നമ്മൾ അനുഭവിച്ചു തന്നെ തീർക്കും. പക്ഷേ ഭഗവാനിൽ ശരണാഗതി പ്രാപിച്ച ആൾക്ക് അങ്ങനെ ഒരു നിബന്ധന ഇല്ല. അയാളുടെ പഴയ പാപങ്ങളും പുണ്യങ്ങളും എല്ലാം അയാൾ അനുഭവിച്ച് തീർക്കണമെന്നൊന്നുമില്ല. പിന്നെ എല്ലാം തീരുമാനിക്കുന്നത് ഭഗവാനാണ്. പക്ഷെ എന്നാലും ഭക്തന്മാരുടെ ജീവിതത്തിൽ ചില സുഖദുഃഖങ്ങൾ വരുന്നുണ്ടല്ലോ. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, അത് ഭഗവാൻ നമുക്ക് വേണ്ടി പ്രത്യേകം ഡിസൈൻ ചെയ്ത് തരുന്ന സുഖദുഃഖങ്ങളാണ്. അത് ഭഗവാനിലേക്ക് നമ്മെ അടുപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള സുഖദുഃഖങ്ങളാണ്. അത് നമ്മുടെ പ്രാരാബ്ധം അനുസരിച്ചാവണമെന്ന് ഇല്ല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ.
ഹരേ കൃഷ്ണ സുന്ദർ പ്രഭു. കൃഷ്ണ പ്രഭു. പ്രഭു, നമ്മള് ഈ ഉമമാതാജിയാണ് ഇന്നലെ ഞാൻ ചോദിച്ചില്ലേ പ്രഭു, നമ്മളെ ഭാവവും രസത്തിനെ കുറിച്ച്. അതേ ചോദ്യം ഉമമാതാജി ഇന്ന് രാവിലെ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ഒരു പാർട്ട് വേണമെങ്കിൽ പ്രഭുവായിട്ട് ചോദിച്ചാല് പ്രഭു നന്നായിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരും മാജി. അതേ ചോദ്യം നമുക്ക് ഇവിടെ തന്നെ ചോദിക്കാം. ഈസ് ദ റൈറ്റ് പേഴ്സൺ. ഞാൻ ചോദിച്ചിരുന്ന ഭാവവും രസവും തമ്മില് വ്യത്യാസമുണ്ടോ എന്ന്. ഓക്കെ. അതായത് ഭാവം എന്ന് പറഞ്ഞാല് നമ്മുടെ ആറ്റിറ്റ്യൂഡാണ്. ഇപ്പൊ നമ്മൾ മനോഭാവം എന്ന് പറയില്ലേ, നമ്മൾ പറയാം നിന്റെ മനോഭാവം നല്ല മനോഭാവമാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ നിന്റെ മനോഭാവം ശരിയല്ല എന്ന് പറയും. അപ്പൊ ഇത് ആറ്റിറ്റ്യൂഡാണ്. അതായത് നമ്മൾ ഇപ്പൊ ഒരു സേവ തന്നെ ചെയ്യുന്നു നോക്കി, അപ്പൊ നമ്മൾ വന്നിട്ട് ഭഗവാന്റെ മുന്നിലുള്ള കാണിക്ക വഞ്ചിയിൽ നമ്മളൊരു 100 രൂപ ഇടുന്നു. അപ്പൊ അത് എന്ത് മനോഭാവത്തിലാണ് ഇടുന്നത്? ഒരാൾ ഇടുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഞാൻ കുറെ പാപങ്ങൾ ചെയ്തിട്ടുണ്ട്, അതെല്ലാം തീരട്ടെ, ഈ ഒരു കാണിക്ക ഇട്ട് കഴിയുമ്പോൾ എന്റെ പാപമൊക്കെ തീരട്ടെ എന്ന് പറഞ്ഞിട്ട് പാപം തീരാൻ വേണ്ടിയിട്ട് കാണിക്കുകയാണ്. ഇനി വേറൊരാൾ എന്തിനാ കാണിക്കിടുന്നത്? എന്റെ മോന് ഒരു ജോലി കിട്ടണം, അവൻ പഠിച്ചിട്ട് ജോലിയൊന്നും ഇല്ലാതെ നിൽക്കുകയാണ്, ഈ കാണിക്ക ഇടുമ്പോ എന്റെ മോനൊരു ജോലി കിട്ടട്ടെ, അങ്ങനെയും ഒരു മനോഭാവം വരും. വേറൊരാൾക്ക് എന്നാ ഇത് ഭഗവത് സേവനത്തിന് പ്രയോജനപ്പെടട്ടെ എന്ന് പറഞ്ഞും നമുക്ക് കാണിക്ക സമർപ്പിക്കാം. അപ്പൊ ഇത് ഓരോരോ ഭാവങ്ങളാണ്. അതുകൊണ്ടാണ് ഭഗവാന്റെ കാര്യം പറയുമ്പോൾ ഭാവഗ്രാഹി ജനാർദ്ദന എന്ന് ശാസ്ത്രം പറയുന്നത്. പുറമേ ഉള്ളവർക്ക് നമ്മുടെ ഭാവം മനസ്സിലാക്കാൻ പറ്റില്ല, അവർക്ക് നമ്മുടെ കർമ്മത്തെ കാണാൻ പറ്റുള്ളൂ. പക്ഷെ ഭഗവാന് നമ്മുടെ ഭാവത്തെയും കാണാൻ പറ്റും. നമ്മൾ ചെയ്യുന്ന കർമ്മത്തെക്കാളും കൂടുതൽ ഭഗവാൻ ശ്രദ്ധിക്കുന്നത് നമ്മൾ എന്ത് ഭാവത്തിലാണ് അത് ചെയ്യുന്നത് എന്നാണ്. അപ്പൊ അത് ഭാവം. രസം എന്ന് പറഞ്ഞാൽ നമുക്കും ഭഗവാനുമായിട്ടുള്ള ബന്ധം. അതിപ്പോ പ്രധാനമായിട്ടും നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, മാധുര്യരസം, വാത്സല്യരസം, സഖ്യരസം, ശാന്തരസം എന്നൊക്കെ പറഞ്ഞിട്ട് വിവിധ രസങ്ങളുണ്ടല്ലോ. അപ്പൊ ഇതെന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഭഗവാനുമായിട്ട് എങ്ങനെയാണ് റിലേറ്റഡ് ആയിരിക്കുന്നത്. അത് എവിടെയാണെന്ന് ചോദിച്ചാൽ ആത്മീയ ലോകത്തിൽ. നമ്മളെല്ലാം ആത്മീയ ലോകത്തിൽ നിന്ന് വന്നവരാണ്. അപ്പൊ ആത്മീയ ലോകത്തില് നമുക്ക് ഒറിജിനൽ ആയിട്ട് ഒരു രസമുണ്ട്. ചിലപ്പോൾ നമ്മൾ ഭഗവാന്റെ ഫ്രണ്ട് ആയിരുന്നിരിക്കാം, ചിലപ്പോൾ നമ്മൾ ഭഗവാന്റെ ഒരു ദാസനായിരുന്നിരിക്കാം, ചിലപ്പോൾ ഭഗവാന്റെ അച്ഛന്റെ അമ്മയുടെ സ്ഥാനത്തായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഭഗവാന്റെ ലവർ ആയിരുന്നിരിക്കാം. ഇത് നമുക്കിപ്പോ അറിയില്ല, നമ്മളത് മറന്നുപോയി. അപ്പൊ നമ്മൾ ഈ ലോകത്തിൽ വന്നിട്ട് ഭക്തിയുത സേവനം ചെയ്യുമ്പോൾ ക്രമേണ ആ ശരിയായ ടൈം വരുമ്പോ ഗുരുവിന്റെ കാരുണ്യത്താൽ നമുക്ക് നമ്മുടെ രസം എന്താണെന്ന് ഭഗവാൻ വെളിവാക്കി തരും. അതാണ് നമുക്ക് ഭഗവാനുമായിട്ടുള്ള റിലേഷൻഷിപ്പ്. അപ്പൊ ആ റിലേഷൻഷിപ്പ് അനുസരിച്ചായിരിക്കും നമ്മൾ പിന്നെ ഭഗവാനുമായിട്ട് റിലേറ്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, അർജുനൻ ഭഗവാനുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത് ഒരു ഫ്രണ്ട് എന്നുള്ള നിലയ്ക്കാണ്. പക്ഷെ അതേസമയം യശോദാമ്മ ഭഗവാനുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത് തന്റെ കുഞ്ഞു മോനെന്നുള്ള നിലയ്ക്കാണ്. അപ്പൊ ഇതിനെയാണ് രസം എന്ന് പറയുന്നത്, റിലേഷൻഷിപ്പ് വിത്ത് കൃഷ്ണൻ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു. അപ്പൊ അതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് ഞാൻ ചോദിക്കാം, നമുക്ക് നമ്മുടെ ആ കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? ലൈക്ക് ഫ്രം ദാസ്യം ടു സഖ്യ? നോ 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 നോ, വി കനോട്ട് ചേഞ്ച് ഇറ്റ്. അത് നമ്മൾ ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ തന്നാലും നമ്മളത് സ്വീകരിക്കില്ല. കാരണം മാതാജി ഉപയോഗിച്ചില്ലേ വേർഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻ, ദാറ്റ് ഈസ് ഇൻ അവർ ജീൻ. അപ്പൊ നമുക്ക് അതാണ് ഇഷ്ടം. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ ആഞ്ജനേയ സ്വാമിക്ക് എപ്പോഴും ഭഗവാനെ യജമാനനായിട്ടും തന്നെ ദാസനായിട്ട് കാണാനാണ് ഇഷ്ടം. ആഞ്ജനേയ സ്വാമി അടുത്ത് പോയി ഇനി മുതൽ നീ ഭഗവാന്റെ ഫ്രണ്ടാണ്, ഭഗവാന്റെ തോളിൽ കൈയിട്ട് നടന്നോളൂ എന്ന് പറഞ്ഞാൽ ആഞ്ജനേയ സ്വാമി വിൽ ഫീൽ വെരി അൺകംഫർട്ടബിൾ. അത് ചൈതന്യ ചരിതാമൃതത്തിലുണ്ട്, മുരാരി ഗുപ്തന്റെ സ്റ്റോറി. അതായത് ആഞ്ജനേയ സ്വാമിയാണ് ചൈതന്യ ചരിതാമൃതത്തില് ചൈതന്യ ലീലയിൽ മുരാരി ഗുപ്തനായിട്ട് വരുന്നത്. അപ്പൊ അതില് ചൈതന്യ മഹാപ്രഭു കൃഷ്ണനെ കുറിച്ചാണ് എപ്പോഴും പറയുന്നത്, പക്ഷെ മുരാരി ഗുപ്തയ്ക്ക് രാമനെയാണ് ഇഷ്ടം. ഒടുവിൽ ചൈതന്യ മഹാപ്രഭു തന്നെ പറഞ്ഞു കൊടുത്തു, നീ പ്രീവിയസ് ഇതില് ആഞ്ജനേയ സ്വാമിയാണ്, സോ ദർ ഇസ് നത്തിങ് റോങ്, നീ രാമനെ വർഷിപ്പ് ചെയ്തോളൂ എന്ന് പറഞ്ഞ് ഇത് പെർമിഷൻ കൊടുക്കുന്നുണ്ട്. സോ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, നമ്മളത് ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കത്തുമില്ല. ഹരേ കൃഷ്ണ. അപ്പോഴ് ഇൻട്രഡക്ഷൻ, ഈ കാൻറ്റോ 1 ഇൻട്രഡക്ഷൻ്റെ അകത്ത് പേജ് 39 ആണ് ഇംഗ്ലീഷ് ബുക്കില്. അതില് പറയുന്നുണ്ട് ആ സ്റ്റെപ്സ് ഫോർ ട്രാൻസെൻഡന്റൽ ഡിവോഷണൽ സർവീസ്. 1 is ശാന്തരസ, അതിൽ നമ്മൾ കൂടുതൽ പ്രോഗ്രസ് ചെയ്താൽ നമ്മൾ അടുത്ത സ്റ്റേജിലെത്തും, ഇങ്ങനെ പറയുന്നു. അപ്പം അതെങ്ങനെ കോറിലേറ്റ് ചെയ്യുന്നത്? അതായത് നമുക്ക് ടെക്നിക്കലി ഇറ്റ് ഈസ് ഓപ്പൺ. നമുക്ക് വന്നിപ്പോ നമ്മൾ വൈകുണ്ഠത്തിൽ പോകുന്നു നോക്കിയാൽ, അല്ലെങ്കിൽ കൃഷ്ണലോകത്തിൽ പോകുന്നു നോക്കിയാൽ,
അവിടെ നമുക്ക് ഏത് തരം സർവീസ് നമുക്ക് ഏറ്റെടുക്കാം. ഭഗവാൻ വന്ന് നിർബന്ധിക്കില്ല നീ ഇങ്ങനെ തന്നെ ചെയ്യണം അങ്ങനെ തന്നെ ചെയ്യണം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ബലരാമൻ വന്നിട്ട് ഭഗവാന്റെ എൽഡർ ബ്രദർ ആണെന്ന് ചോദിച്ചാൽ എൽഡർ ബ്രദർ ആണ്. ഭഗവാനെ ഭയങ്കര പ്രൊട്ടക്റ്റീവായിട്ട് കൊണ്ടു നടക്കുന്ന ആളാണ് ബലരാമൻ. പക്ഷെ അതേസമയം ബലരാമൻ ഭഗവാന്റെ ദാസനുമാണ്. ഭഗവാന് പെട്ടെന്ന് കിടക്കണം, ഒരു ബെഡ് വേണമെന്ന് വെച്ചാൽ ബലരാമൻ അനന്തനായിട്ട് മാറും. ഇനി ഭഗവാൻ നടക്കണം എന്ന് വെച്ചാൽ ബലരാമൻ ഒരു മെതിയടിയായിട്ട് മാറും. ഇനി ഇതേ ബലരാമൻ രാധാറാണിയെ ഹെൽപ്പ് ചെയ്യുമ്പോ മഞ്ജരിയുടെ ഭാവത്തിൽ, മാധുര്യ ഭാവത്തിലും ഭഗവാനെ സെർവ് ചെയ്യും. സോ ആ ഒരു ഇൻഡിപെൻഡൻസ് എല്ലാ ജീവാത്മാക്കൾക്കും ഓപ്പൺ ആണ്. നമുക്ക് ഏത് രസത്തിൽ വേണമെങ്കിലും ഏത് രീതിയിൽ വേണമെങ്കിലും ഭഗവാനെ ആത്മീയ ലോകത്തിൽ സേവനം ചെയ്യാം. പക്ഷെ നമ്മുടെ നേച്ചർ അനുസരിച്ച് നമ്മൾ കംഫർട്ടബിൾ ആവുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷനിലുള്ള ആ ഒരു നേച്ചർ ആയിരിക്കും. അപ്പൊ അതിനാണ് നമ്മൾ ഈ ലീലയിലൊക്കെ കാണുന്നില്ല. ഇപ്പൊ നമ്മൾ ഇന്ന് തന്നെ പറഞ്ഞില്ലേ, ലക്ഷ്മണന്റെ അടുത്ത് നീ തീരുമാനിച്ചോ എന്ന് പറഞ്ഞപ്പോ ലക്ഷ്മണന് സങ്കടമായി. കാരണം ലക്ഷ്മണന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻ എന്ന് പറയുന്നത് ദാസൻ എന്നുള്ളൊരു ഭാവത്തിലാണ്. ആഞ്ജനേയ സ്വാമിയും ദാസനാണ്. ഇനി യശോദാമ്മ എടുത്ത് പോയിട്ട് ദാസനാവെന്ന് പറഞ്ഞാൽ യശോദാമ്മ ഓടിക്കും. ഒരിക്കൽ ഒരു ഇതിൽ പറയുന്നില്ല, ബലരാമൻ വന്നിട്ട് ചോദിക്കുന്നുണ്ട് ആരാണ് എന്റെ ആ കുഞ്ഞനെ എന്നെ ഈ ഒരല് കെട്ടിയിട്ട് നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞപ്പം യശോദാമ്മ ഓടിച്ച് വടിയായിട്ട് വന്നിട്ട് ഓട്ടിക്കും ബലരാമനെ. കാരണം യശോദാമ്മയ്ക്ക് ഭഗവാനെ കൃഷ്ണനെ വേറെ ഒരു രീതിയിലും കാണാൻ പറ്റത്തില്ല. വാ തുറന്നപ്പോ അഖിലാണ്ട കോടി ബ്രഹ്മാണ്ടങ്ങളും കണ്ടു, ഭഗവാനാണെന്ന് തോന്നി. പക്ഷെ കുറച്ചു നേരത്തേക്ക് അതുണ്ടായുള്ളൂ. അത് കഴിഞ്ഞ് യശോദാമ്മ വീണ്ടും എന്റെ മോനാണ് എന്നാണ് യശോദാമ്മ കണ്ടത്. ഈവൻ ഭഗവാനും അതാണ് ഇഷ്ടം. ഭഗവാൻ യശോദാമ്മ ഭഗവാൻ ഗോവിന്ദം ആദിപുരുഷം എന്നൊക്കെ വർഷിപ്പ് ചെയ്യുന്നത് ഭഗവാനും ഇഷ്ടമല്ല. സോ ടെക്നിക്കലി ഇറ്റ് ഈസ് പോസിബിൾ. നമുക്ക് വേറൊരു രസത്തിൽ വേറൊരു തലത്തിലും സേവ ചെയ്യാം. പക്ഷെ നമ്മളത് കംഫർട്ടബിൾ ആയിരിക്കില്ല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ പ്രഭു. ഒരു ചെറിയ ഡൗട്ട്. അപ്പൊ നമ്മളുടെ ഈ രസത്തിൽ ഏറ്റവും ഹയസ്റ്റ് എന്ന് പറയുന്നത് മാധുര്യ രസമാണെന്ന് പറയുന്നു. അപ്പൊ ഈ 5 രസങ്ങളും ഈക്വൽ ടു മാധുര്യ രസം ആകുമോ, ഇല്ലേ മാധുര്യ രസമാണോ ഏറ്റവും ടോപ്പസ്റ്റ്? അതെ, മാധുര്യ രസമാണ് ഏറ്റവും ടോപ്പ് മോസ്റ്റ്. അപ്പൊ നമ്മളിപ്പോ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഒരു നമുക്കൊരു സേവന അല്ലെങ്കിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഒരു ഭാവം നമുക്ക് ഇല്ലെങ്കിൽ ഒരു രസം നമുക്കുണ്ട്. പക്ഷെ ഇപ്പൊ വി കെയിം ടു നോ ദാറ്റ് മാധുര്യ ഈസ് മോർ ഹയസ്റ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പൊ നമുക്ക് അതിലോട്ട് ട്രാൻസ്ഫർ ആവാൻ പറ്റുമോ എന്നുള്ളതാണ് കൂടെയാണ് മാതാജി ക്വസ്റ്റ്യൻ രാവിലെ. മാതാജി ഒരു ഓപ്പൺ ആണ്. അല്ല മാതാജി, നമ്മുടെ ദേവയ്ക്ക് മാതാജി അതിനൊരു ഇൻസിഡന്റ് പറഞ്ഞു. അത് സനത് കുമാരന്മാർ എല്ലാവരും ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷനിലായിരുന്നു. ആഫ്റ്റർ ഗെറ്റിംഗ് ഭഗവാന്റെ എന്താ പറയാ പാദ തുളസി അവരെ സ്മെല്ല് ചെയ്തതിനു ശേഷം അവർക്ക് മൊത്തത്തിൽ ട്രാൻസ്ഫോർമേഷൻ വരികയും ചെയ്തു. അങ്ങനെ വരുമ്പോൾ അത് ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻ ചേഞ്ച് ആവാൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അതാ പറഞ്ഞ ബ്രോ, നമുക്ക് ടെക്നിക്കലി അത് പോസിബിൾ ആണ്. പിന്നെ ഈ സനത് കുമാർ ഋഷികളുടെ കാര്യം പറയുന്നതിൽ അവര് ശാന്തരസത്തില് ഭഗവാന്റെ ഫോമിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ഇരുന്ന ഭക്തന്മാരായിരുന്നു. അവര് വലിയ ഋഷികളായിരുന്നു. അപ്പം ഇൻ ദ ഇനിഷ്യൽ സ്റ്റേജ് അവര് ഭഗവാന്റെ വ്യക്തിഗത ഭാവത്തിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നില്ല. എപ്പോ അവര് വൈകുണ്ഠത്തിൽ വന്ന് ഭഗവാന്റെ പാദതുളസിയുടെ ഗന്ധം നുകർന്നോ അപ്പോഴാണ് അവർ ഭഗവാനെ വ്യക്തിഗതമായിട്ടുള്ള രീതിയിൽ ആരാധിക്കാനും കാണുവാനും തുടങ്ങിയത്. പക്ഷെ അവർ പോലും ശാന്തരസത്തിൽ തന്നെയാണ്. അവരുടെ രസം മാറി അവർ സഖ്യരസത്തിലേക്ക് പോയെന്നോ അല്ലെങ്കിൽ വാത്സല്യ രസത്തിലേക്ക് പോയെന്നോ ഇല്ല. പക്ഷെ അവരുടെ കോൺസെപ്റ്റ് ഓഫ് ലോർഡ് അത് ചേഞ്ച് ആയി. അവർ വിചാരിച്ചത് ഭഗവാൻ ഒരു അവ്യക്തിഗത ശക്തിയാണെന്നാണ്. പക്ഷെ ആ പാദതുളസിയുടെ ഗന്ധം നുകർന്നപ്പോൾ അവർക്ക് മനസ്സിലായി ലോർഡ് ഇസ് എ പേഴ്സൺ, ഈസ് എൻ ഇൻഡിവിജ്വൽ. ആ ഒരു കോൺസെപ്റ്റ് ചേഞ്ച് ആയെന്നല്ലാതെ അവര് ദേ ആർ സ്റ്റിൽ ഇൻ ശാന്തരസം. ഇനി എന്തുകൊണ്ട് മാധുര്യരസം ടോപ്പ് മോസ്റ്റ് എന്ന് പറയുന്നതെന്ന് ചോദിച്ചാല്, മാധുര്യരസത്തിനകത്ത് മറ്റെല്ലാ രസങ്ങൾക്കും സ്കോപ്പ് ഉണ്ട്. അതായത് ജസ്റ്റ് ലൈക്ക് ഒരു പത്നി, ഭാര്യയും ഭർത്താവും. പത്നി വന്നിട്ട് ഭർത്താവിന്റെ കാലിൽ തൊട്ട് തൊഴുതിട്ടാണ് എല്ലാം ചെയ്യുന്നത്. അപ്പൊ ഒരു ദാസ്യ മനോഭാവമാണ്. പക്ഷേ വെൻ ദേ ആർ പേഴ്സണലി ഇൻസൈഡ് ദ റൂം, ആ സന്ദർഭത്തിൽ ചിലപ്പോ പത്നിയുടെ കാല് വേദനയാണെന്നുണ്ടെങ്കിൽ ഭർത്താവ് അത് മസാജ് ചെയ്ത് കൊടുക്കും. അപ്പൊ അവിടെ വേറൊരു രസം വന്നു. അപ്പൊ ഈ മാധുര്യ രസത്തിനകത്ത് സഖ്യമും ഉണ്ട്, വാത്സല്യമും ഉണ്ട്, ശാന്തമും ഉണ്ട്, ദാസ്യമും എല്ലാം ഉണ്ട്. ഇറ്റ് ഈസ് എ കംപ്ലീറ്റ് രസ. ജസ്റ്റ് ലൈക്ക് മിൽക്ക് ഇസ് എ കംപ്ലീറ്റ് ഫുഡ് എന്ന് പറയുന്നത് പോലെ
ഈ മാധുര്യരസത്തിന് എല്ലാ രസത്തിലുമുള്ള സ്പേസ് ഉണ്ട്, പക്ഷെ അത് മറ്റു രസങ്ങളിലില്ല. ഒരു ദാസ്യരസത്തിലുള്ള ഒരാൾക്ക് ഭഗവാനുമായിട്ട് മാധുര്യരസത്തിൽ ഇന്ററാക്ട് ചെയ്യാൻ പറ്റത്തില്ല. അത് രസാഭാസം എന്ന് പറയും. അത് ശരിയാവില്ല. അത് ആ വ്യക്തിക്ക്, ആ ഭക്തനും ഇഷ്ടാവില്ല, ഭഗവാനും കംഫർട്ടബിൾ ആവില്ല. പക്ഷേ മാധുര്യരസത്തിൽ മാത്രം എല്ലാറ്റിനുമുള്ള സ്കോപ്പ് ഉണ്ട്. അതുകൊണ്ടാണ് അതിനെ ടോപ്പ് മോസ്റ്റ് എന്ന് പറയുന്നത്. വേണമെങ്കിൽ നമുക്ക് അതിലേക്ക് പ്രോഗ്രസ് ചെയ്യാം, പക്ഷെ നോർമലി നമ്മൾ അതിനെ ആഗ്രഹിക്കില്ല. അങ്ങനെ ഇപ്പൊ ദാസനായിരുന്ന ഒരാള് മാധുര്യത്തിൽ പോയി എന്നുള്ളൊരു എക്സാമ്പിൾസ് ഐ ഡോണ്ട് നോ നമ്മുടെ സ്ക്രിപ്റ്റേഴ്സിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഹരേ കൃഷ്ണ. ശുഗദേവ് ഹരേ ഗോസ്വാമി കൃഷ്ണ ബ്രോ, താങ്ക് യു. ഹരേ കൃഷ്ണ പ്രഭു, ഒരു ഡൗട്ട് കൂടെ ചോദിച്ചോട്ടെ? ആ, ഹരേ കൃഷ്ണ പ്രഭു, സുഖദേവ് ഗോസ്വാമിയുടെ കാര്യം കൂടി ഒന്ന് പറയുമോ പ്രഭു? ആദ്യമേ ആ ഒരു ഭാവം പ്രഭു, താങ്ക് യു പ്രഭു. വളരെ നല്ലൊരു എക്സ്പ്ലനേഷൻ പ്രഭു ചെയ്തു. വളരെ നന്ദി പ്രഭു. പ്രഭു, ഇതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് ഈ രസമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഭക്തിരസാമൃത സിന്ധുവിന്റെ അവസാന ഭാഗവും ചൈതന്യ ശിഷ്യാമൃതം എന്നുള്ള പുസ്തകത്തിലെ അവസാന ഭാഗവും ഈ രസങ്ങളെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് തരുന്നുണ്ടല്ലോ പ്രഭു, അല്ലെ? ശരിയല്ലേ? അതെ അതെ. അപ്പൊ ഞാനിവിടെ ആൻസർ ചെയ്യാമോ അതോ വൈൻഡപ്പ് ചെയ്യണോ എന്നാണോ പ്രഭു ഉദ്ദേശിക്കുന്നത്? പ്രഭു നന്നായി തന്നെ ക്ലാസ് കംപ്ലീറ്റ് ചെയ്തല്ലോ. നല്ല രീതിയിൽ ആൻസർ വ്യക്തമായി നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞല്ലോ പ്രഭു. അപ്പൊ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം എന്നാണ് പ്രഭു ഉദ്ദേശിക്കുന്നത്? അങ്ങനല്ല, ആ റെഫറൻസ് ഇവിടുന്ന് അല്ലേ എന്നുള്ളത് ഞാൻ സൂചിപ്പിച്ചതേ ഉള്ളൂ, മറ്റുള്ളവരുടെ ഭക്തന്മാരുടെയും. അതെ, ഇപ്പൊ മാതാജി ഒരു ചോദ്യം ചോദിച്ചു, അതിന് ആൻസർ ചെയ്യാനുള്ള സമയമുണ്ടോ? അല്ല, വീണ്ടും ചോദിച്ചോ? ഞാൻ കേട്ടില്ല. മാതാജി ഇപ്പൊ എന്തോ ഒരു ചോദ്യം ചോദിച്ചില്ലേ ശുകദേവ ഗോസ്വാമിയെ കുറിച്ച്? ചോദിച്ചു പ്രഭു. ചോദ്യം മാതാജി? ആൻസർ പറയൂ പ്രഭു. എന്താ ചോദ്യം മാതാജി? പ്രഭു, സുഖദേവ് ഗോസ്വാമി ആദ്യം ഏത് രസത്തിലായിരുന്നു ആദ്യമേ മനസ്സിലാക്കുന്നില്ലല്ലോ. പിന്നീട് വേദവ്യാസ മഹർഷി പിന്നീട് തന്റെ ശിഷ്യന്മാരെ വിട്ട് മനസ്സിലാക്കി കൊടുത്തതിന് ബർഹാപീഠം, നടവരവപു, കർണയോ കർണികാരം, ആ ശ്ലോകങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് നമ്മുടെ പൂതനയുടെ ആ ശ്ലോകവും അതൊക്കെ പറഞ്ഞു കൊടുത്തതിന് ശേഷമല്ലേ ഭഗവാനെ കുറിച്ച് കൂടുതൽ ആ രസത്തിലേക്ക് വരുന്നത്? അതിനെക്കുറിച്ച് അതെ, സെയിം ആണ്. നമ്മൾ സനത് കുമാർ ഋഷികളുടെ കാര്യം പറഞ്ഞതുപോലെയാണ്. ഭഗവാൻ ഇത്രയും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ശുകദേവ ഗോസ്വാമിക്ക് തുടക്കത്തിലില്ല. അഹോബഹീയം സ്തനകാല കൂടം എന്നൊക്കെ കേട്ടപ്പോ അദ്ദേഹം വിചാരിച്ചു, ഇത്രയും കാരുണ്യമോ, ഇങ്ങനെ ഒരു വ്യക്തി ഉണ്ടോ? ആ വ്യക്തിത്വം ആദ്യം ശുകദേവ ഗോസ്വാമിയുടെ മൈൻഡിൽ ഇല്ലായിരുന്നു. ശുകദേവ ഗോസ്വാമി ബ്രഹ്മം അല്ലെങ്കിൽ ഭഗവാൻ എന്നുള്ളൊരു ശക്തി, അദ്ദേഹം കുറച്ചുകൂടി ഒരു ബ്രഹ്മത്തിൽ ലയിച്ചിരുന്ന ആളാണ്. ആത്മാരാമശ്ച മുനയോ, അതായത് സ്വയം, അതായത് ചിലരങ്ങനെയാണ്, അവർ വന്നിട്ട് ആത്മാവിൽ ലയിച്ചിരിക്കും, അതിൽ ആനന്ദം കണ്ടെത്തും. അല്ലെങ്കിൽ ഭഗവാനെ ഒരു ബ്രഹ്മം എന്നുള്ളൊരു കോൺസെപ്റ്റിൽ കാണും. വ്യക്തി എന്നുള്ളൊരു തലത്തിലേക്ക് വരുന്നത് പിന്നീടായിരിക്കും. ഇപ്പൊ ശുകദേവ് ഗോസ്വാമിക്കും സംഭവിച്ചത് അതാണ്. അദ്ദേഹത്തിന് ആദ്യം ഈ വ്യക്തിത്വത്തെ കുറിച്ച് അറിയില്ലായിരുന്നു, ലീലകളെ കുറിച്ച് അറിയില്ലായിരുന്നു, ഭക്തന്മാരുമായിട്ടുള്ള ഇന്ററാക്ഷൻസിനെ കുറിച്ച് അദ്ദേഹത്തിന് അറിവില്ലായിരുന്നു. അത് കേട്ടപ്പോഴാണ് അദ്ദേഹം ആസ് എ പേഴ്സൺ ഭഗവാന്റെ അടുത്ത് അട്രാക്റ്റഡ് ആയത്. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. ഞാൻ രണ്ട് സ്റ്റോറിയും കേട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ചോദിച്ചത്. കറക്റ്റ് ആണ്. ഓക്കെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച്. ജയ് ശ്രീ പ്രഭുപാദ. താങ്ക് യു സോ മച്ച്. ഹരേ കൃഷ്ണ പ്രഭു. വളരെ നന്ദി പ്രഭു, വളരെ നന്ദി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു, നന്ദി, വളരെ നന്ദി. ഹരേ കൃഷ്ണ.